ഹായ് മക്കളെ, എല്ലാവരും സ്റ്റഡി ടേബിളിലേക്ക് വരി. നമ്മൾ സ്റ്റഡി ടേബിൾ യൂട്യൂബ് ചാനലിൽ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തതിന്റെ ബാക്കിയാണ്. അതായത് കെമിസ്ട്രിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ, ഫോർത്ത് ചാപ്റ്റർ, വാതക നിയമങ്ങളും മോൾ സങ്കല്പനവും, ഗ്യാസ് ലോസ് ആൻഡ് മോൾ കോൺസെപ്റ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ. ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഈ ചാപ്റ്റർ ഒരുപാട് തവണ വായിച്ച് പഠിച്ചാലും ഇതിൽ ചോദ്യങ്ങൾ വരുന്ന രീതി കൃത്യമായിട്ട് ചെയ്തു പഠിച്ചാലാണ് നമുക്ക് ഇതിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലാതെ കുറെ നോട്ടിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ വായിച്ചുകൊണ്ട് മാത്രം പോരാ. ചോദ്യങ്ങൾ വരുന്ന രീതി മനസ്സിലാക്കിയാലേ അങ്ങനെയുള്ള ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വരുമ്പോൾ നമുക്ക് പരീക്ഷയ്ക്ക് വളരെ എളുപ്പത്തിൽ അതിന് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മൾ 2025 കൊല്ലപ്പരീക്ഷ മുതൽ ബാക്കിലേക്ക് അങ്ങനെ 2020 വരെയുള്ള വർഷങ്ങളിലെ SLC പരീക്ഷയ്ക്ക് ചോദിച്ചിട്ട ചോദ്യങ്ങളും അതിന് മുമ്പത്തെ മോഡൽ എക്സാമിന് ചോദിച്ചിട്ട ചോദ്യങ്ങളുമാണ് ഈ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. കൂടാതെ നമ്മുടെ പുസ്തകത്തിലേക്ക് ആ വർഷങ്ങളിലൊന്നും ഇല്ലാത്ത പുതിയ ടോപ്പിക്കുകൾ കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നു. ആ ടോപ്പിക്കിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ കൃത്യമായി നോട്ടും പെന്നൊക്കെ എടുത്തിട്ട് ക്ലാസ് കേൾക്കുക, ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ നോട്ട് ചെയ്യുക, പോയിന്റുകൾ കൃത്യമായിട്ട് എഴുതി വെക്കുക. അതുപോലെ തന്നെ പ്രോബ്ലങ്ങളൊക്കെ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ഈ ചാപ്റ്ററിൽ ഇക്വേഷൻസ് എഴുതിയിട്ട്, സമവാക്യങ്ങൾ എഴുതിയിട്ട് തന്നെ ചെയ്യുക. അതല്ലാതെ നേരെ നമ്മൾ മനക്കണക്ക് കൂട്ടിയിട്ട് 100/2 = 50 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ എഴുതി വെക്കാതെ കൃത്യമായി ഇക്വേഷൻസ് എഴുതിയിട്ട് നിങ്ങൾ വാല്യൂ എഴുതാൻ പാടുള്ളൂ. അങ്ങനെ വരുമ്പോഴാണ് പേപ്പർ നോക്കുന്ന ആൾക്ക് 2 മാർക്കിന്റെ ചോദ്യങ്ങൾക്കൊക്കെ 2 മാർക്കിന് നിങ്ങൾ ആൻസർ, നിങ്ങൾക്ക് വാല്യൂ തരണം എന്നുണ്ടെങ്കിൽ ആ 2 മാർക്കിന് 2 മാർക്കിൻ്റെതായ സ്റ്റെപ്പുകൾ അതിൽ കാണണം. അല്ലാതെ നമ്മൾ മനക്കണക്ക് എഴുതി അല്ലെങ്കിൽ അടുത്ത ആൾ നോക്കിയിട്ട് വെറുതെ ഒരു വാല്യൂ മാത്രം എഴുതി വെച്ച് യൂണിറ്റും ഇല്ല, ഇക്വേഷൻ ഇല്ലാത്ത രൂപത്തിൽ ഒരിക്കലും മാർക്ക് കളയാൻ നിൽക്കരുതേ. ഓക്കെ, അപ്പൊ നമ്മൾ ചോദ്യങ്ങളിലേക്ക് പോകും കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യത്തെ ചോദ്യം, ചിത്രം വിശകലനം ചെയ്ത് ചുവടെ നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. 2024 SLC എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. നോക്കൂ മക്കളെ, ഈ ചിത്രം നോക്കി നിങ്ങൾ. ഈ ചിത്രത്തിൽ ഒരു സിലിണ്ടർ ഉണ്ട് അല്ലെ, ഒരു സിലിണ്ടർ ഉണ്ട് ഈ ചിത്രത്തിൽ. ആ സിലിണ്ടറിന്റെ വോളിയം അഥവാ അതിന്റെ വ്യാപ്തം, വോളിയം 2 ലിറ്റർ. എങ്ങനെയാണ് മനസ്സിലാക്കുക? ലിറ്റർ, മില്ലി എന്ന യൂണിറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ, ലിറ്റർ, മില്ലി എന്ന യൂണിറ്റ് ഉണ്ടെങ്കിൽ അത് വോളിയമാണ്, വ്യാപ്തമാണെന്ന് മനസ്സിലാക്കണം. വ്യാപ്തം അഥവാ വോളിയം എന്ന് അറിയാലോ. ഒരു സാധനത്തിനു സ്ഥലത്ത് നിൽക്കാൻ അല്ലെ എത്ര സ്പേസ് വേണം, സ്പേസ് ടു ഓക്യുപ്പൈ എന്ന് പറയാം. ഒരു വസ്തുവിന് നിൽക്കാൻ ആവശ്യമായ, അതിനു സ്ഥലത്ത് നിൽക്കാൻ ആവശ്യമായ സ്പേസ് ആണ് വ്യാപ്തം. അതുപോലെ 300 കെ എന്ന് പറഞ്ഞാൽ എന്താണ്? കെൽവിൻ. കെ എന്ന് പറഞ്ഞാൽ എന്താണ്? കെൽവിൻ എന്ന താപനിലയാണ്. അപ്പൊ കെൽവിൻ കണ്ടു കഴിഞ്ഞാൽ അത് താപനിലയാണെന്ന് മനസ്സിലാക്കണം. കെൽവിൻ കണ്ടാൽ താപനിലയാണ്. ATM 2 ATM എന്ന് കണ്ടു കഴിഞ്ഞാൽ അതെന്താണ്? മർദ്ദമാണ്, പ്രഷറാണ്. അപ്പോൾ ഒരു വാല്യൂ കണ്ടാൽ, ഒരു വില കണ്ടാൽ അത് മർദ്ദം അഥവാ പ്രഷറാണോ, താപനില അഥവാ ടെമ്പറേച്ചർ ആണോ, വോളിയം അഥവാ വ്യാപ്തമാണോ എന്നുള്ളത് അതിന്റെ യൂണിറ്റ് നോക്കിയാൽ മതി കേട്ടോ. അപ്പോ മില്ലി അല്ലെങ്കിൽ ലിറ്റർ എന്നൊക്കെ ആണെങ്കിൽ അത് എന്താണ്? വ്യാപ്തമാണ്, വോളിയമാണ്. കെ എന്നാണെങ്കിൽ അത് താപനില അഥവാ ടെമ്പറേച്ചർ ആണ്. ATM എന്നാണെങ്കിൽ അത് മർദ്ദമാണ്. ഓക്കെ, അപ്പൊ എന്താ ഇവിടെ ചോദ്യം? 300 കെൽവിൻ താപനിലയിൽ ഈ വാതകത്തിന്റെ വ്യാപ്തം 4 ലിറ്ററായി വർദ്ധിക്കുമ്പോൾ അനുഭവപ്പെടുന്ന മർദ്ദം എത്രയായിരിക്കും? അതായത് ഓൾറെഡി ഇവിടെ എത്രയാണ് ചിത്രത്തില്? 300 കെൽവിൻ തന്നെയല്ലേ ആണ്. അവ ചിത്രത്തിൽ 300 കെൽവിൻ ആണ് ഉള്ളത്. ആ 300 കെൽവിൻ താപനില എന്ന് വീണ്ടും പറയുമ്പോൾ, അഥവാ 300 കെൽവിൻ ടെമ്പറേച്ചർ എന്ന് വീണ്ടും പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. എന്താ കുട്ടികളെ, നിങ്ങൾക്ക് എന്തേ മനസ്സിലായോ? ചിത്രത്തിൽ 300 കെൽവിൻ ഉണ്ട്. ഈ 300 കെൽവിൻ താപനിലയില് വ്യാപ്തം 4 ലിറ്റർ എന്ന് പറയുമ്പോൾ ഇവിടെ വ്യാപ്തം 2 ലിറ്ററിൽ ഉണ്ടായിരുന്നുള്ളൂ, വോളിയം ഇവിടെ 2 ലിറ്റർ ഉണ്ടായിരുന്നുള്ളൂ അല്ലെ. ആ വോളിയം എത്രയായി എന്നവര് പറഞ്ഞ്? 4 ലിറ്റർ ആയി. 4 ലിറ്റർ ആയപ്പോ താപനില 300 കെൽവിൻ മാറിയിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ എന്തു മനസ്സിലാക്കടാ? ഇവിടെ ചിത്രത്തിൽ 300 കെൽവിൻ ആണ് താപനില, ടെമ്പറേച്ചർ. ചോദ്യത്തില് മാറ്റം വരുത്തിയപ്പോഴും 300 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താപനില സ്ഥിരമാണ്, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്, താപനില സ്ഥിരമാണ് എന്ന് ആദ്യം മനസ്സിലാക്കണം കേട്ടോ. ഈ ഓൾറെഡി ചിത്രത്തിൽ ഇവിടെ തന്ന കാര്യം വെച്ചിട്ട് പിന്നെ മാറ്റം വരുത്തിയിട്ട് പറയാണ് വ്യാപ്തം 4 ലിറ്റർ ആക്കി എന്ന് പറയാണ്. അപ്പോഴും താപനില മാറ്റില്ല എന്ന് പറഞ്ഞാൽ താപനില സ്ഥിര എന്ന് മനസ്സിലാക്കണം കേട്ടോ. അനുഭവപ്പെടുന്ന മർദ്ദം അത് നോക്കി കുട്ടികളെ. ഈ വ്യാപ്തം 2 ലിറ്റർ ഉള്ളത് 4 ലിറ്ററായി, വ്യാപ്തം ഇരട്ടിയായി, വോളിയം ഡബിൾസ് അല്ലെ, വോളിയം ഇരട്ടിയാകുന്നു. അങ്ങനെ വോളിയം ഇരട്ടിയായി, വ്യാപ്തം ഇരട്ടിയാകുമ്പോൾ നിങ്ങൾ എന്താണ് പഠിച്ചിട്ടുള്ളത്? മർദ്ദം എന്താ പഠിച്ചിട്ടുള്ളത്? വ്യാപ്തം ഇരട്ടിയാകുമ്പോൾ മർദ്ദം എന്താ പഠിച്ചിട്ടുള്ളത്? മർദ്ദം നേരെ തിരിച്ചല്ലേ, വ്യാപ്തവും മർദ്ദവും വിപരീത അനുപാതമല്ലേ. അതായത് വ്യാപ്തം ഇരട്ടിയാകുമ്പോൾ, വോളിയം ഇരട്ടിയാകുമ്പോൾ
പ്രഷർ മർദ്ദം എന്ത് ചെയ്യണം? നേരെ പകുതിയായി കുറയണം മക്കളെ. അപ്പൊ ഇവിടെ 2 ATM പകുതി എന്ന് പറഞ്ഞാൽ എത്രയാവും? 1 ATM ആയിട്ട് മാറും. എത്രയാകും? 1 ATM ആയി മാറും. അതായത് താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു വാതകത്തിന്റെ വ്യാപ്തം ഇരട്ടിയായെങ്കിൽ 2 ലിറ്റർ ഉള്ളത് 4 ലിറ്റർ ആക്കി. വ്യാപ്തം ഇരട്ടിയാക്കി എന്ന് പറഞ്ഞാൽ മർദ്ദം എന്താവണം? പകുതിയാവണം. ഇരട്ടിയായി എന്ന് പറഞ്ഞാൽ 2 കൊണ്ട് ഗുണിച്ചു എന്നല്ല അർത്ഥം. അപ്പൊ നേരെ തിരിച്ച് 2 കൊണ്ട് ഹരിക്കണം. ആരെ? മർദ്ദത്തെ 2 കൊണ്ട് ഹരിക്കണം. ഇത് ഏത് വാതക നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വിച്ച് ഈസ് ദ ഗ്യാസ് ലോ റിലേറ്റഡ് ടു ദിസ്? അല്ലെ, അതായത് ഇവിടെ നമ്മൾ പറഞ്ഞു താപനില സ്ഥിരമായിരിക്കുമ്പോൾ, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കുമ്പോൾ എന്താണ്? വോളിയം എന്ന് പറയുന്നതിൽ വോളിയം പ്രഷറും ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്, മർദ്ദവും വ്യാപ്തവും വിപരീത അനുപാതമാണ് എന്ന് പറയുന്നത് നിയമമാണ്, ബോയിൽ നിയമമാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിട്ട ഒരു കോഡ് പറഞ്ഞു ഓർമ്മയില്ലേ നിങ്ങൾക്ക്? മറന്നിട്ടില്ലല്ലോ? ആ കോഡ് മറന്നിട്ടുണ്ടാവണമെന്ന് കരുതണം അല്ലെ? എന്താ നമ്മൾ ആ കോഡ് പറഞ്ഞത്? നമ്മൾ പറഞ്ഞ കോഡ് ബ്രോക്ക് പ്രഷർ കൂടിയാല് നമ്മള് പാട്ടിന്റെ വോളിയം കുറച്ചു കൊടുക്കും. അപ്പുറത്തെ വീട്ടിലെ ചേട്ടന് എത്ര ടെമ്പ് കൂടി വന്നാലും, ടെമ്പറേച്ചർ കൂടി വന്നാലും നമ്മൾ അപ്പോഴും പാട്ടിന്റെ വോളിയം കൂട്ടിക്കൊണ്ടേയിരിക്കും. അനിയന് എന്തൊക്കെ നമ്പറുകൾ പ്രയോഗിച്ചാലും നമ്മൾ പാട്ടിന്റെ വോളിയം കൂട്ടിക്കൊണ്ടേയിരിക്കും. ബോയിൽസ് ലോ പ്രകാരം പ്രഷർ അഥവാ മർദ്ദം കൂടുമ്പോൾ നേരെ തിരിച്ച് വോളിയം കുറയുന്നു. അപ്പൊ നമ്മള് ബ്രോ പറയുമ്പോൾ, അല്ലെങ്കിൽ ബ്രോക്ക് പ്രഷർ കൂടിയാൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? പാട്ടിന്റെ വോളിയം കുറക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിരുന്നു അല്ലെ? എന്നാൽ ചേട്ടന് ടെമ്പറേച്ചർ കൂടിയാലും നമ്മൾ പാട്ടിന്റെ വോളിയം കൂട്ടില്ല, കുറക്കൂല, കൂട്ടന്നെ ചെയ്യും അല്ലെ? അനിയന് എന്തൊക്കെ നമ്പർ പ്രയോഗിച്ചാലും നമ്മൾ പാട്ടിന്റെ വോളിയം കുറക്കുവോ? കൂട്ടന്നെ ചെയ്യും. അപ്പൊ ഇവിടെ നമ്മുടെ ബ്രോക്ക് പ്രഷർ അഥവാ മർദ്ദം കൂടിയാൽ പ്രഷർ കൂടിയാൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? പാട്ടിന്റെ വോളിയം കുറക്കുള്ളൂ കേട്ടോ. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത്, ഇവിടെ ബോയിൽസ് ലോ, B ഫോർ ബോയിൽസ് ലോ, C ഫോർ ചാൾസ് ലോ, ചാൾസ് നിയമം, A ഫോർ അവഗാഡ്രോ ലോ അല്ലെ? അവഗാഡ്രോ നിയമം. ബോയിൽ നിയമപ്രകാരം പ്രഷർ അഥവാ മർദ്ദം കൂടുമ്പോൾ വ്യാപ്തം അഥവാ വോളിയം കുറയുന്നു. ചാൾസ് നിയമപ്രകാരം ടെമ്പറേച്ചർ അഥവാ താപനില കൂടുമ്പോൾ വ്യാപ്തം വോളിയവും കൂടുന്നു. അവഗാഡ്രോ നിയമപ്രകാരം നമ്പർ ഓഫ് മോളിക്യൂൾസിന്റെ തന്മാത്രകളുടെ എണ്ണം കൂടുമ്പോഴും വ്യാപ്തം അഥവാ വോളിയം കൂടിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ അല്ലേ? ആണ്. ഇത് ഏത്? അപ്പൊ ഇവിടെ ഏതാണ് കുട്ടികളെ? ഇവിടെ നമ്മൾ താപനില സ്ഥിരാണ്, പ്രഷറും വോളിയം, മർദ്ദവും വ്യാപ്തവും തമ്മിലുള്ള ബന്ധം പറയുന്ന നിയമം ഏതാടാ? അത് ബോയിൽ നിയമമാണ്, ബോയിൽസ് ലോ ആണ്. കുട്ടികളെ മറക്കരുതിട്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത്. വിപരീത അനുപാതമാണോ അഥവാ യൂണിവേഴ്സലി പ്രപ്പോർഷണൽ ആണോ, അതെല്ലാം നേർ അനുപാതമാണോ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണോ എന്നുള്ളത് മറന്നു പോവരുതേ. എന്തെങ്കിലും കോഡ് പഠിക്കുക. ഈ കോഡ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ആ കോഡ് കൃത്യമായിട്ട് പഠിച്ചു വെക്കട്ടാ. ഓക്കെ, നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. STPയിൽ സ്ഥിതി ചെയ്യുന്ന 1 മോൾ അമോണിയ വാതകത്തിന്റെ വ്യാപ്തം എത്ര? മക്കളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഒരു മോള് എന്ന് പറഞ്ഞാൽ ഒരു മോളും ഒരു മോളാർ മാസും സെയിം ആണ്. 1 മോളാർ മാസ് എന്ന് പറഞ്ഞാൽ 1 മോളാണ്. 5 മോളാർ മാസ് ആണ് 5 മോളാണ്. 10 മോളാർ മാസ് ആണ് 10 മോളാണ്. ഞങ്ങൾ പറഞ്ഞൊരു കാര്യം ഉണ്ട്, വീണ്ടും ഓർപ്പിക്കുകയാണെ. ഒരു മോള് എന്ന് പറഞ്ഞാൽ 1 മോള് എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങൾ ഓർക്കണം. എന്താണ്? ഏതൊരു ഗ്യാസിന്റെയും ഏതൊരു വാതകത്തിന്റെയും 1 മോള് എന്ന് പറഞ്ഞാൽ അതിന്റെ മോളിക്കുലാർ മാസ് എത്രയാണോ അത് ഗ്രാമിൽ പറയുന്നതിന് തുല്യമാണ് അതിന്റെ മാസ് എന്ന് പറയുന്നത് അല്ലെ? ഇങ്ങനെടാ. ഇപ്പൊ ഓക്സിജന്റെ O2വിന്റെ മോളിക്കുലാർ മാസ് 32 ആണ്. O2വിന്റെ മോളിക്കുലാർ മാസ് 32 ആണ്. O2വിന്റെ മോളിക്കുലാർ മാസ് 32 ആണെങ്കിൽ 1 മോൾ O2 എന്ന് പറഞ്ഞാൽ 1 മോൾ O2 എന്ന് പറഞ്ഞാൽ 32 ഗ്രാം. അതാണ് ഒന്നാമതായി പറഞ്ഞ കാര്യം. ഒന്ന്. രണ്ടാമത്തത്, 1 മോൾ എന്ന് പറഞ്ഞാൽ അടുത്ത നിങ്ങൾ ഓർക്കേണ്ടത്, ഏത് ഗ്യാസ് ആയാലും വാതകമായാലും 1 മോൾ എന്ന് പറഞ്ഞാൽ അതിന്റെ വ്യാപ്തം, 1 മോള് ഏത് വാതകം എടുത്താലും അതിന്റെ വ്യാപ്തം എന്ന് പറയുന്നത് എത്രടാ? 22.4 ലിറ്റർ ആണ്. STPയിലാണെങ്കിൽ അതിന്റെ വ്യാപ്തം 22.4 ലിറ്റർ ആണ്. മൂന്നാമത്തെ ഒരു കാര്യം പറഞ്ഞത്, 1 മോൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഓർക്കുക, അത് ഏത് വാതകം ആയിക്കോട്ടെ, ഏത് ഗ്യാസ് ആയിക്കോട്ടെ, 1 മോൾ എന്ന് പറഞ്ഞാൽ എത്ര തന്മാത്രകൾ, എത്ര മോളിക്യൂൾ ഉണ്ടാവും? അത് 6.022 into 10⁻23 തന്മാത്രകളാണ്. അത്രയും മോളിക്യൂൾസ് ആണ്. ഞാൻ നിങ്ങളോട്
കൃത്യമായി നോട്ട് ചെയ്യാൻ പറഞ്ഞിരുന്നു. അപ്പൊ പരീക്ഷയ്ക്ക് ഒരു മോൾ എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങൾ ഓർമ്മയിലേക്ക് വരണം മക്കളെ. ആ 3 കാര്യങ്ങൾ ഓർമ്മയ്ക്ക് വന്നാൽ മോളുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യത്തിനും ആൻസർ ചെയ്യാം. ആ 3 കാര്യം ബേസിക് ആയിട്ട് ഓർമ്മയിൽ ഉണ്ടാവണം. അപ്പൊ STPയിൽ സ്ഥിതി ചെയ്യുന്ന 1 മോൾ അമോണിയ വാതകത്തിന്റെ വ്യാപ്തി എത്ര? വാട്ട് ഈസ് ദ വോളിയം ഓഫ് 1 മോൾ ഓഫ് അമോണിയ ഗ്യാസ് അറ്റ് STP? കുട്ടികളെ, അമോണിയ എന്ന് മാത്രല്ലടാ, 1 മോള് അമോണിയ എന്ന് മാത്രല്ല, 1 മോള് ഏത് വാതകം എടുത്താലും, കാർബൺ ഡൈ ഓക്സൈഡ് ആയിക്കോട്ടെ, ഓക്സിജൻ ആയിക്കോട്ടെ, നൈട്രജൻ ആയിക്കോട്ടെ, ഹൈഡ്രജൻ ആയിക്കോട്ടെ, അമോണിയ ആയിക്കോട്ടെ, 1 മോള് എന്ന് പറഞ്ഞാൽ വ്യാപ്തം എത്രടാ വ്യാപ്തം? 22.4 ലിറ്റർ. അതിൽ മാറ്റില്ല മക്കളെ. 1 മോള് ഏത് വാതകമാണെങ്കിലും STPയില് 1 മോൾ ഏത് വാതകമാണെങ്കിലും അതിന്റെ വ്യാപ്തി 22.4 അത് അമോണിയ ആയിക്കോട്ടെ, ഏത് വാതകം ആയിക്കോട്ടെ. STPയിൽ സ്ഥിതി ചെയ്യുന്ന 68 ഗ്രാം അമോണിയ വാതകം, 68 ഗ്രാം അമോണിയ വാതകത്തിന്റെ വ്യാപ്തം എത്ര? മക്കളെ, ഞാൻ കൂടെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ വല്ല ഭാരം മാസോ അല്ലെങ്കിൽ STPയിലെ വ്യാപ്തമോ അല്ലെങ്കിൽ തന്മാത്ര എണ്ണമോ എന്ത് തന്നാലും ആദ്യം അതിലുള്ള മോളിന്റെ എണ്ണം കണ്ടുവെക്കുക. ആദ്യം അതിലുള്ള എന്ത് ചെയ്യടാ? മോളിന്റെ എണ്ണം കണ്ടുവെക്കുക. നിങ്ങൾ നോക്കി, ഈ അമോണിയ വാതകം എന്ന് പറഞ്ഞ സാധനം, അമോണിയയുടെ മോളിക്കുലർ മാസ് 17ആണ്. ഇവിടെ ചോദ്യത്തിൽ കൃത്യമായി തന്നിട്ടുണ്ട്, അമോണിയയുടെ മോളിക്കുലർ മാസ് 17ആണ്. എടാ, അമോണിയയുടെ മോളിക്കുലർ മാസ് 17 പറഞ്ഞാൽ 1 മോൾ അമോണിയ എന്ന് പറഞ്ഞാൽ അതിന്റെ മാസ് എത്ര ആയിരിക്കും? 1 മോൾ അമോണിയയുടെ മാസ് എത്രയായിരിക്കും? എടാ, 1 മോൾ എന്ന് പറഞ്ഞാൽ അതിന്റെ മോളിക്കുലർ മാസ് എത്രയാണോ അത്രയും ഗ്രാം തന്നെ. അമോണിയയുടെ മോളിക്കുലർ മാസ് 17ആണ്. 17 എന്ന് പറഞ്ഞാൽ 1 മോൾ അമോണിയയുടെ മാസ് എത്ര? 17 ഗ്രാം. 1 മോൾ അമോണിയയുടെ മാസ് എത്ര? മോളിക്കുലർ മാസ് 17 അല്ലേ? അപ്പൊ 1 മോൾ അമോണിയയുടെ മാസ് എത്രയാണ്? 17 ഗ്രാം. എങ്കിൽ ചോദ്യത്തിൽ തന്നത് 68 ഗ്രാം ഉണ്ടെന്ന് പറഞ്ഞത്. എത്ര അമോണിയ തന്നിട്ടുണ്ട്? 68 ഗ്രാം. 68 ഗ്രാം അമോണിയയിലുള്ള മോൾ എത്ര ഉണ്ടെന്ന് കാണുക. അപ്പൊ ആദ്യ സമവാക്യം മോളുകളുടെ എണ്ണം സമം, എഴുതിക്കോളി, മോളുകളുടെ എണ്ണം സമം, മുഴുവനാക്കി എഴുതാം. മോളുകളുടെ എണ്ണം, നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു, എങ്ങനെയാടാ? തന്നിട്ടുള്ള മാസ്, സമവാക്യം അതാണ്. ഗിവൺ മാസ്, തന്നിട്ടുള്ള മാസ് ബൈ അതിന്റെ മോളാർ മാസ്. മോളാർ മാസ് ആണ് മോളിക്കുലർ മാസ് ഗ്രാം പറയണേനെ. അപ്പൊ ആ സമവാക്യം എഴുതുക. എന്നിട്ട് അടുത്ത സ്റ്റെപ്പിൽ എഴുതുക. എന്ത്? 68 തന്നിട്ടുള്ളത്. 1 മോൾ അമോണിയ എന്ന് പറഞ്ഞാൽ എത്ര ഗ്രാമാടാ? 17 ഗ്രാമാണ്. 68/17 സമം 4 മോള് എന്ന് ഉത്തരം കിട്ടി. അപ്പൊ നമുക്ക് മോള് കിട്ടി മക്കളെ, മോള് കിട്ടി. എന്താ ചോദ്യം ചോദിച്ചത്? ബി ചോദ്യം എന്താ മക്കളെ? മോള് കിട്ടിയെങ്കിൽ വ്യാപ്തമാണ് ചോദിച്ചത്. എന്താ ചോദിച്ചത്? വ്യാപ്തം അഥവാ വോളിയം. മറ്റേ STP ആണ് ചോദിച്ചത്, വോളിയം ആണ് ചോദിച്ചിട്ടുള്ളത്. മക്കളെ, 1 മോളിന്റെ വോളിയം എത്രയാടാ? 1 മോള് ഏത് ഗ്യാസ് എടുത്താലും വോളിയം എത്രയാണ്? 22.4 അല്ലേ? അല്ലേ? ആണ്. അപ്പൊ നമ്മളോട് STPയിലെ വ്യാപ്താണ് ചോദിച്ചത്. അപ്പൊ നമ്മൾ STPയിലെ വ്യാപ്തം സമവാക്യം എഴുതുന്ന മക്കളെ. STPയിലെ വ്യാപ്തം സമം വോളിയം അറ്റ് STP ഈസ് ഈക്വൽ ടു മോളുകളുടെ എണ്ണം ഇൻറ്റു 22.4. 1 മോൾ എന്ന് പറഞ്ഞാൽ 22.4 അല്ലേ STPയിലെ വ്യാപ്തം. അപ്പൊ ഇവിടെ എത്ര മോൾ ഉണ്ട്? 4. അപ്പൊ മോളുകളുടെ എണ്ണം STPയിലെ വ്യാപ്തം സമം വോളിയം അറ്റ് STP ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു 22.4. മോളുകളുടെ എണ്ണം ഗുണിക്കണം 22.4. അപ്പൊ മോളുകളുടെ എണ്ണം ഗുണിക്കണം 22.4 എഴുതി അടുത്ത സ്റ്റെപ്പിൽ എഴുതാം. മോള് 4 എന്ന് കിട്ടിയിട്ടുണ്ട്. 4 ഗുണിക്കണം 22.4 അല്ലെ? 4 ഗുണിക്കണം 22.4 എത്രയാണുള്ളത്? ഗുണിക്കുക. ഇനി ഗുണിക്കാൻ സംശയം ഉണ്ടോ? 22.4 ഞാൻ പോയിന്റ് ഒന്നും ഇല്ലാതെ എഴുതി. 4 കൊണ്ട് ഗുണിച്ചു. 4 4 16, 4 2 8 1 9. അപ്പോ 89.6 89.6 ലിറ്റർ എന്ന് ഉത്തരം കിട്ടും. 89.6 ലിറ്റർ. സിമ്പിൾ ആണാ. മോൾ എന്താന്ന് കൃത്യമായ ഒരു ഐഡിയ ഉണ്ടാക്കുക. 1 മോള് എന്ന് പറഞ്ഞാൽ അത് മോളിക്കുലർ മാസ് ഗ്രാമിൽ പറഞ്ഞാൽ മതി. 22.4 ലിറ്റർ ആയിരിക്കും. 6.022 വിളിക്കണം. 1023 എണ്ണം തന്മാത്രകൾ മോളിക്യൂൾസ്. ഈ ഒരു കോൺസെപ്റ്റ് പഠിച്ചാൽ ഇതൊന്നുമല്ല. നിങ്ങൾ ഇത് പഠിക്കാനുള്ള താല്പര്യങ്ങൾ കാണിച്ചാൽ മതി അല്ലെ? ഇത് പഠിക്കണം, എനിക്ക് മാർക്ക് വേണം എന്നൊരു സ്വയം താല്പര്യങ്ങളിൽ വന്നാ മക്കളെ ഈ ചാപ്റ്റർ ഒരു പ്രശ്നമില്ലടാ കേട്ടോ. ഓക്കെ. അപ്പൊ SLC പരീക്ഷ നമ്മളെല്ലാവരും പരീക്ഷ എന്തായാലും എഴുതണം. അപ്പൊ ഒന്ന് ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരുന്നു നോക്കി. വളരെ സിമ്പിളാ. അടുത്ത ആളതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അടുത്ത ആളൊന്നും ചോദിക്കണ്ട. ആ ലെവലില് ക്ലാസ്സിൽ നിങ്ങൾ താല്പര്യത്തോടെ പഠിക്കണം എന്ന് ഉദ്ദേശത്തോടെ ഇരുന്നാൽ ഈ ചാപ്റ്റർ നിങ്ങൾക്ക് ഒരു പ്രശ്നമല്ല കേട്ടോ. ഓക്കെ. ദെൻ അടുത്തത് 68 ഗ്രാം അമോണിയ വാതകത്തിലെ തന്മാത്രകളുടെ എണ്ണം ചോദിക്കണം. അടുത്തത് തന്മാത്രകളുടെ എണ്ണം. നമുക്കറിയാം തന്മാത്രയുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 1 മോള് ഏത് വാതകമാണെങ്കിലും
ഒരു മോള് ഏത് ഗ്യാസ് ആണെങ്കിലും 6.022 ഗുണിക്കണം 10⁻23 തന്മാത്രകൾ മോളിക്യൂൾസ് ഉണ്ടാവില്ലേ? യെസ്, നമ്മോട് പറഞ്ഞ് 68 ഗ്രാം അമോണിയ എന്നാടാ, 68 ഗ്രാം അമോണിയ എന്ന് പറഞ്ഞത്. അപ്പൊ 68 ഗ്രാം അമോണിയ എത്ര മോളാന്ന് കാണുക. എങ്ങനെ എത്ര മോളാണെന്ന് കാണുക. അത് നമ്മൾ നേരത്തെ കണ്ട അതേപോലെ തന്നെ സമവാക്യം. മോളുകളുടെ എണ്ണം സമം തന്നിട്ടുള്ള മാസ് ഗിവൺ മാസ് 68 ബൈ മോളാർ മാസ് 17 = 4 മോൾ എന്ന് കിട്ടി. 68 എന്നല്ലേ ഇവിടെയും തന്നിരുന്നത് അല്ലെ? സി ചോദ്യത്തിലും 68 തന്നെയാണ്, ഗ്രാമാണ്, തൂക്കാണ് തന്നത് അല്ലെ? അപ്പൊ നമുക്ക് 4 മോൾ എന്ന് കിട്ടി. മക്കളെ എന്താ അവിടെ ചോദ്യം? തന്മാത്രകളുടെ എണ്ണം അഥവാ നമ്പർ ഓഫ് മോളിക്യൂൾസ് അല്ലേ കാണാൻ ചോദിച്ചത്. നമുക്കറിയാം മക്കളെ, ഒരു മോൾ എന്ന് പറഞ്ഞാല് 6.022 × 10⁻23 മോളിക്യൂൾസ്, അത്രയും തന്മാത്രകളല്ലേ? 4 മോള് എന്ന് പറഞ്ഞാൽ 4 × 4 × 4 × 6.022 × 10⁻23 മോളിക്യൂൾസ് അഥവാ തന്മാത്രകൾ. അങ്ങനെ കിട്ടി. എങ്ങനെ കിട്ടിയ മക്കളെ? അതായത് ഇവിടെ നമുക്ക് 68 ഗ്രാം 68 ഗ്രാം എന്ന് പറഞ്ഞാൽ അത് 4 മോൾ ആണെന്ന് കിട്ടി അല്ലേ? അപ്പൊ നമ്മൾ പറഞ്ഞു 1 മോൾ എന്ന് പറഞ്ഞാൽ എത്ര മോളിക്യൂൾസ്, എത്ര തന്മാത്രയാണ്? 6.022 × 10⁻23 തന്മാത്രയാണ്. അപ്പൊ 4 മോൾ ഉണ്ടെങ്കിലോ? അപ്പൊ 4 × 6.022 അതന്നെ ആൻസർ തന്നെ, കഴിഞ്ഞു. അപ്പൊ വളരെ സിമ്പിൾ മക്കളെ. ഒരു മോൾ എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടെങ്കിൽ മക്കളെ ചോദ്യത്തിനൊക്കെ ആൻസർ ചെയ്യാം. കൃത്യമായി ശ്രദ്ധിച്ചോളിട്ടോ. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകട്ടോ. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക്. 2024 SLC മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ബോയിൽ നിയമം പ്രസ്താവിക്കുക. സ്റ്റേറ്റ് ബോയിൽസ് ലോ. അപ്പൊ ഒരു നിയമം പ്രസ്താവിക്കാൻ പറഞ്ഞാൽ ബോയിൽ നിയമമാണ് മക്കളെ. ബി ഫോർ ബ്രോ. പഠിച്ചോർമില്ലേ നമ്മള്? ബ്രോ. എന്താണ്? ബ്രോക്ക് പ്രഷർ കൂടിയാല് നമ്മള് പാട്ടിന്റെ വോളിയം കുറച്ചു കൊടുക്കൂലടാ. അതായത് ബോയിൽസ് ലോ പ്രകാരം പ്രഷർ കൂടിയാൽ വോളിയം കുറയും, മർദ്ദം കൂട്ടിയാൽ വ്യാപ്തം കുറയും എന്ന് പറഞ്ഞ, ഒന്ന് കൂട്ടിയാൽ മറ്റൊന്ന് കുറയും എന്ന് പറഞ്ഞ മക്കളെ, അത് വിപരീത അനുപാതമല്ലടാ അല്ലേ? അത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്, വിപരീത അനുപാതമാണ് അല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ പറയാണ്, അതായത് ബോയിൽ നിയമത്തിൽ ബോയിൽസ് ലോയില് പ്രഷർ മർദ്ദവും വോളിയം വ്യാപ്തവും തമ്മിലുള്ള ബന്ധമാണ് പറയുന്നത്. ആരെപ്പറ്റി മിണ്ടണില്ല, ആരെപ്പറ്റി പറയണില്ല? താപനില, ടെമ്പറേച്ചർ അഥവാ താപനിലയെ കുറിച്ച് പറയുന്നില്ല. താപനിലയെ കുറിച്ച് ഇതിൽ മിണ്ടണില്ല, ടിയെ കുറിച്ച് അതിൽ പറയുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവിടെ ടി കോൺസ്റ്റന്റ് ആണ്, താപനില സ്ഥിരമാണ് എന്നർത്ഥം. അപ്പൊ എന്താണോ, എന്തിനെ കുറിച്ചാണോ പറയാത്തത് അയാളായിരിക്കും അവിടെ കോൺസ്റ്റന്റ്, അയാളായിരിക്കും സ്ഥിരം. അപ്പൊ അത് പറഞ്ഞാൽ നമ്മൾ തുടങ്ങുക. മലയാളം മീഡിയക്കാരെ എങ്ങനെ തുടങ്ങും? താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തം. മക്കളെ എല്ലാ നിയമവും പറയുമ്പോഴും ആദ്യത്തെ സെന്റൻസ് അങ്ങനെ തന്നെയല്ലേ? ഡാഷ് സ്ഥിരമായിരിക്കുമ്പോൾ. മലയാളം മീഡിയക്കാരെ ഡാഷ് സ്ഥിരമായിരിക്കുമ്പോൾ, ബോയിൽ നിയമത്തില് താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തം. അതെല്ലാത്തിലും ഇല്ലടാ. ചാൾസ് നിയമത്തിലും അതില്ലേ? ഉണ്ട്. അവഗാഡ്രോ നിയമത്തിലും വേണമെങ്കിൽ പറഞ്ഞുകൂടാ നമുക്ക്. യെസ്, സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തം മർദ്ദത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും അല്ലെ? ഇംഗ്ലീഷ് മീഡിയക്കാരെ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. എന്താണോ ഈ ലോയില് വരാത്ത ലെറ്റർ ഏതാണോ അത് കോൺസ്റ്റന്റ്. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ദ വോളിയം ഓഫ് എ ഫിക്സ്ഡ് മാസ് ഓഫ് ഗ്യാസ് എന്ന സെന്റൻസ് എല്ലാത്തിലും വരുന്നില്ലേ? ദ വോളിയം ഓഫ് എ ഫിക്സ്ഡ് മാസ് ഓഫ് ഗ്യാസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് പ്രഷർ. പ്രഷറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. അതാണ് അതേപോലെ എഴുതി വെക്കുകയാണ് വേണ്ടത് കേട്ടോ, സ്റ്റേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ. അപ്പൊ നമുക്ക് നേരത്തെ പറഞ്ഞ ആ കോഡ് ഇട്ടാ, ആ കോഡ് അല്ലാതെ എന്തെങ്കിലും കോഡ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇനി ഈ കോഡ് പറഞ്ഞെന്നിട്ടും അത് നോട്ട് ചെയ്യാതെ പഠിക്കാതെ പരീക്ഷയ്ക്ക് ചോദ്യപേപ്പർ നോക്കി ആൻസർ ചെയ്യുമ്പോൾ കൺഫ്യൂഷൻ വരാൻ പാടില്ല കേട്ടോ. ബ്രോക്ക് പ്രഷർ കൂടിയാൽ മാത്രമേ നമ്മൾ പാട്ടിന്റെ വോളിയം കുറച്ചു കൊടുക്കുള്ളൂ. ഓക്കെ. എന്നാൽ ചേട്ടന് ടെമ്പറേച്ചർ കൂടിയാലൊന്നും, ചേട്ടന് എത്ര ടെമ്പറേച്ചർ കൂടിയാലും നമ്മൾ എന്ത് ചെയ്യൂല? വോളിയം കുറച്ചു കൊടുക്കൂല, കൂട്ടന്നെ ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു അനിയന് എന്തൊക്കെ നമ്പർ ഇറക്കിയാലും നമ്മൾ വോളിയം കൂട്ടന്നെ ചെയ്യും എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ചാൾസ് ലോയില് ടെമ്പറേച്ചർ കൂട്ടിയാൽ, താപനില കൂട്ടിയാൽ വ്യാപ്തം കൂടും. അവഗാഡ്രോ ലോയില് നമ്പർ ഓഫ് മോളിക്യൂൾസ്, തന്മാത്രകളുടെ എണ്ണം കൂട്ടിനെ അനുസരിച്ച് വ്യാപ്തം വോളിയം കൂടും. അടുത്ത ചോദ്യത്തിലേക്ക് ഞാൻ പലതവണ പറയണേ, നിങ്ങൾ ഓർമ്മ നിൽക്കാൻ വേണ്ടിയിട്ട് മക്കളെ.
അടുത്തത് 2024 SLC മോഡൽ എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. ചുവടെ നൽകിയിരിക്കുന്നവയിൽ വാതകങ്ങളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. വാതകങ്ങളെ സംബന്ധിച്ച് ഗ്യാസുകളെ സംബന്ധിച്ച് റിഗാർഡിങ് ഗ്യാസസ്, ഗ്യാസ് എന്ന അവസ്ഥയെക്കുറിച്ച്, ആ ഗ്യാസ് എന്ന അവസ്ഥയിൽ, വാതകം എന്ന അവസ്ഥയിലുള്ള മോളിക്യൂൾസിനെ, തന്മാത്രകളെ കുറിച്ചുള്ള കുറെ പോയിന്റുകൾ പറയാണ്. ആ പോയിന്റുകളിൽ എന്താ ചോദിച്ചിട്ടുള്ളത്? ശരിയായത് തിരഞ്ഞെടുക്കാനാണ്. ശരിയായത്, കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് തിരഞ്ഞെടുക്കാനാണ്. ഒന്ന്, ഒരു വാതകത്തിന്റെ ആകെ വ്യാപ്തവുമായി താരതമ്യം ചെയ്യുമ്പോൾ അതിലെ തന്മാത്രകളുടെ യഥാർത്ഥ വ്യാപ്തം വളരെ നിസ്സാരമാണ്, അല്ലെ? അതായത് റിയൽ വോളിയം ഓഫ് ഗ്യാസ് മോളിക്യൂൾ ഇസ് വെരി ലെസ് വെൻ കമ്പയർഡ് ടു ദ ടോട്ടൽ വോളിയം ഓഫ് ഗ്യാസ്. ശരിയല്ല മക്കളെ? എന്താടാ, പലർക്കും ഒരു സംശയം ഉണ്ട് ഇപ്പോഴും. എന്താ അങ്ങനെ സാറേ ആ ഒരു സ്റ്റേറ്റ്മെന്റ് അങ്ങനെ പറഞ്ഞു? എന്താ ഇത്? ആ ഒരു വാതകത്തിന്റെ പിന്നെ ആകെ വ്യാപ്തവുമായി താരതമ്യം ഒരു ഗ്യാസിന്റെ ആകെ വോളിയവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മോളിക്യൂൾസിന്റെ വോളിയം വളരെ കുറവാണ്. ഒന്നുമില്ല മക്കളെ. അതായത് ഒരു സിലിണ്ടറിൽ നമ്മളൊരു ഗ്യാസ് എടുത്തുട്ടാ, നമുക്കറിയാം ഗ്യാസ് മോളിക്യൂൾസ്, വാതകത്തിന്റെ തന്മാത്രകൾ വിട്ടല്ലേ നിൽക്കുള്ളൂ. അപ്പൊ തമ്മിലുള്ള അകലം ഒരുപാട് കൂടുതലല്ലേ മക്കളെ? അകലം ഒരുപാട് കൂടുതലല്ലേ? ഒരു ഗ്യാസിനെ സംബന്ധിച്ചിടത്തോളം അത് എത്ര വലുപ്പമുള്ള, എത്ര വ്യാപ്തമുള്ള, എത്ര വോളിയം ഉള്ള ഒരു പാത്രത്തിലാണ് എടുത്തത്, ആ വോളിയമായി മാറും. അപ്പോൾ ഈ സിലിണ്ടർ 2 ലിറ്റർ ആണെങ്കിൽ ഈ സിലിണ്ടറിൽ എടുത്തിട്ടുള്ള ഗ്യാസിന്റെ, വാതകത്തിന്റെ വ്യാപ്തി എത്രയാടാ? 2 ലിറ്റർ തന്നെയാണ്. ഇതേ ഗ്യാസിനെ, ഒന്നും വേണ്ട, ഈ 2 ലിറ്റർ സിലിണ്ടറിലുള്ള ഈ ഗ്യാസിനെ നമ്മൾ 10 ലിറ്റർ ഉള്ള വേറെ സിലിണ്ടർക്ക് മാറ്റിയാലോ, 10 ലിറ്റർ വലുപ്പമുള്ള ഒരു സിലിണ്ടർക്ക് മാറ്റിയാലോ, അപ്പൊ ഈ ഗ്യാസിന്റെ വോളിയം, വ്യാപ്തം 10 ലിറ്ററായി മാറും. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്താ കാര്യം എന്നറിയോ? ഈ 4 മോളിക്യൂൾസിനെ, ഈ 4 തന്മാത്രകളുടെ ശരിക്കുള്ള വോളിയം എന്ന് പറഞ്ഞാൽ ഈ 4 ആൾക്കാർക്ക് നിൽക്കാനിട ആകെത്ര പോരെ? ആകെത്ര സ്പേസ്? ഇത്ര സ്പേസ് പോരെ? ആകെത്ര സ്പേസ് പോരെ? എന്നാൽ ഇതിന് 2, അതാണ് പറഞ്ഞേ, ഈ വാതകത്തിന്റെ ആകെ വ്യാപ്തം നോക്കുമ്പോൾ 2 ലിറ്റർ ഉണ്ട്. 2 ലിറ്റർ ഉണ്ട് ഈ ഗ്യാസിന്റെ ആകെ വോളിയം, ആകെ വ്യാപ്തം 2 ലിറ്റർ ഉണ്ട്. അതുമായി നോക്കുകയാണെങ്കിൽ ഇതിനെ തന്മാത്രകളുടെ യഥാർത്ഥ വ്യാപ്തി എത്ര കുറവാ, അല്ലെ? വളരെ നിസ്സാരല്ലേ? ഇവർക്ക് ആകെത്ര സ്പേസ് നോക്കണേ, ആകെത്ര സ്പേസ് മതിടാ. എന്നാൽ ഇതിന്റെ ഈ ഗ്യാസിന്റെ ടോട്ടൽ വോളിയവുമായി നോക്കുമ്പോൾ 2 ലിറ്റർ, ഇവർക്ക് 2 ലിറ്റർ ഒന്നും വേണ്ട, വളരെ കുറച്ച് മതി, അല്ലെ? വളരെ കുറച്ച് മില്ലി മതി ഇവർക്ക് നിൽക്കാനുള്ള സ്പേസ് എന്ന് പറയുന്നത്, ഇവരെ ശരിക്കുള്ള വോളിയം എന്ന് പറഞ്ഞാൽ കേട്ടോ. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ദെൻ വാതകത്തിന്റെ തന്മാത്രകൾ ഒരേ ദിശയിൽ മാത്രം. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയല്ല മക്കളെ? ഒന്നാമത്തെ ശരിയാണ്, അല്ലെ? അതായത് റിയൽ വോളിയം ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് വെരി ലെസ് വെൻ കമ്പയർഡ് ടു ദ ടോട്ടൽ വോളിയം ഓഫ് ഗ്യാസ്, ശരിയാണ്. രണ്ടാമത്തത്, വാതകത്തിന്റെ തന്മാത്രകൾ ഒരേ ദിശയിൽ മാത്രം ചലിക്കുന്നു. ദ ഗ്യാസ് മോളിക്യൂൾസ് മൂവ് ഇൻ വൺ ഡയറക്ഷൻ ഓൺലി, ശരിയാണോ? അല്ല, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇവരിങ്ങനെ റാൻഡമായിട്ട് പല ഡയറക്ഷനിൽ ചലിച്ചുകൊണ്ടേയിരിക്കുകയാണ്, അല്ലെ? ഇവര് കൃത്യമായ ദിശന്നില്ല, കൃത്യമായ ഡയറക്ഷനില്ല. തോന്നിയ ആൾക്കാര് ഇയാൾ ഇങ്ങനെ ഠും തന്നെ ഇവിടെ നിടിക്കും, ഇയാൾ ഇങ്ങനെ ടീം തന്നെ ഇവിടെ പോയി എടുക്കും, ഇയാൾ ഠും തന്നെ അവിടെ പോയി എടുക്കും, ഇയാൾ ടേ തന്നെ ഇവിടെ നിടിക്കും, അല്ലെ? ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും റാൻഡം ആയിട്ട് മൂവ് ചെയ്യാൻ, കൃത്യമായ ദിശന്നില്ല. അപ്പൊ അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? ബി സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? വാതകത്തിന്റെ തന്മാത്രകൾ ഒരേ ദിശയിൽ മാത്രം ചലിക്കുന്നു, വൺ ഡയറക്ഷൻ ഓൺലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണോ? തെറ്റാണ്, അല്ലെ? അടുത്തെന്താ പറയണത്? വാതകത്തിന്റെ തന്മാത്രകൾ എല്ലാ ദിശകളിലേക്കും നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്നു, ശരിയല്ല മക്കളെ? അതിൽ നമ്മൾ പറഞ്ഞത് ഗ്യാസ് മോളിക്യൂൾസ് ആർ ഇൻ റാൻഡം മോഷൻ ഇൻ ഓൾ ഡയറക്ഷൻ. അവരിങ്ങനെ എപ്പോഴും ഒരേ ഡയറക്ഷനൊക്കെ മാത്രം, അങ്ങനെയല്ല, എല്ലാ ഡയറക്ഷനും ചലിച്ചുകൊണ്ടേയിരിക്കും കേട്ടോ. വാതക തന്മാത്രകളുടെ കൂട്ടിമുട്ടലുകൾ ഇലാസ്തികമല്ല, ആർ ഇൻ ഇലാസ്റ്റിക്. ഇലാസ്തികമാണ് നമ്മൾ പഠിച്ചത്, അല്ലെ? ഇലാസ്റ്റിക് ആണ്, ഇൻഇലാസ്റ്റിക് അല്ല, ഇലാസ്റ്റിക് ആണ്. ഒരാൾ ഇങ്ങനെ പോയിട്ട് മറ്റാൾ അങ്ങോട്ട് മുട്ടും, അപ്പൊ അയാൾ അങ്ങോട്ട് പോയി കൊടുക്കും. ഒരാൾ അവിടുന്ന് ഇങ്ങനെ വന്ന് ഇയാളിന് മുട്ടും, അപ്പൊ ഇയാൾ അങ്ങോട്ട് പോരും എന്ന് പറഞ്ഞാല് ഇവർ തമ്മിൽ ഇലാസ്റ്റിക് ആയ മുട്ടലായതുകൊണ്ട്. ഇപ്പൊ 2 ബലൂൺ ഇങ്ങനെ നമ്മൾ മോൾക്കാണ് തട്ടിയിട്ടോ, 2 ബലൂൺ, ഒരാൾ മോൾക്കാണ്, അടുത്ത ബലൂൺ മോൾക്കാണ് തട്ടിയ ഈ ബലൂൺ പോയി ഇവിടെ അടിച്ചു കഴിഞ്ഞാൽ ആ ബലൂണാണ് പോവും, അല്ലെ? ആ ബലൂൺ ഇങ്ങനെ മസിലും പിടിച്ചില്ല, അജിനെ തള്ളിയാലും ഞാൻ നീങ്ങൂല എന്ന് പറഞ്ഞ് അങ്ങനെ ബലം പിടിച്ച് നിൽക്കുകയാണോ? അല്ല, വളരെ സിമ്പിളാ. ഇയാൾ ഇങ്ങോട്ട് മുട്ടിയാ അങ്ങോട്ട് പോയിക്കോളും, ഇയാൾ ഇങ്ങോട്ട് മുട്ടിയാ അങ്ങോട്ട് പോയിക്കോളും, അല്ലെ? അതാണ് ഇലാസ്റ്റിക് ആണ്. അതുകൊണ്ട് നമ്മൾ പഠിച്ചിരുന്നു മക്കളെ, ഇങ്ങനെ ഈ ഇവർ തമ്മിലുള്ള കൊളിഷൻ ഉണ്ടല്ലോ, ഇവർ തമ്മിലുള്ള കൂട്ടിമുട്ടൽ, കൊളിഷൻ, ആ കൊളിഷൻ ഇലാസ്റ്റിക് ആയതുകൊണ്ട് ഇവർ തമ്മിൽ കൂട്ടിമുട്ടുമ്പോ ഒരിക്കലും അവർക്ക് എനർജി എന്ത് ചെയ്യൂല? നഷ്ടപ്പെടൂല, അവർക്ക് ഊർജം നഷ്ടപ്പെടുന്നില്ല. കാരണം അവർ തമ്മിലുള്ള കൂട്ടിമുട്ടലുകൾ ഇലാസ്തികമാണ്, എനർജി നഷ്ടപ്പെടൂല. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ഇതാ ഇലാസ്തികമല്ല, ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, ഇലാസ്തികമാണ്, അല്ലെ? അപ്പൊ എയും സിയുമാണ് ശരി. മക്കളെ, നമ്മളുടെ സ്വഭാവങ്ങൾ, ഈ പോയിന്റ് ടെക്സ്റ്റ് ഇങ്ങനെ 5-6 പോയിന്റുകൾ പറയുന്നുണ്ട്, അല്ലെ? ആ പോയിന്റ് ശരിയാണോ തെറ്റാണോ അങ്ങോട്ട് ചോദിക്കുള്ളൂ കേട്ടോ. ചെറിയ തെറ്റുകൾ വരുത്തിയിട്ട് ഏതാ ശരി തരില്ല, കാണാതെ എല്ലാ പോയിന്റും പഠിച്ചു വെക്കണ്ട, അറിഞ്ഞിരിക്കണം ആ പോയിന്റ് എന്താന്നുള്ളത് കേട്ടോ. ഇത് നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക്, 5ാം ചോദ്യം. സ്ഥിരമർദ്ദത്തിൽ
സ്ഥിരമർദ്ദത്തിൽ എന്ന് പറഞ്ഞാൽ പി എന്നുള്ളത് സ്ഥിരമാണ് മക്കളെ. പി സ്ഥിരമാണ്, മർദ്ദം സ്ഥിരമാണ്, പ്രഷർ കോൺസ്റ്റന്റ് ആണ്. ഒരു നിശ്ചിത മാസ വാതകത്തിൽ നടത്തിയ പരീക്ഷണ ഫലങ്ങളാണ് പട്ടികയിൽ നൽകിയിരിക്കുന്നത്. ദ ഗിവൺ ടേബിൾ ഷോസ് റിസൾട്ട്സ് ഓഫ് ആൻ എക്സ്പെരിമെന്റ് ഓൺ എ ഫിക്സ്ഡ് മാസ് ഓഫ് ഗ്യാസ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. മക്കളെ പ്രഷർ മാത്രമാണ് കോൺസ്റ്റന്റ്, മർദ്ദം മാത്രമാണ് സ്ഥിരം. മർദ്ദം സ്ഥിരമാണെന്ന് പറഞ്ഞാൽ ആ സമവാക്യത്തിൽ പി അഥവാ മർദ്ദം വരുന്നില്ല. ഏതാടാ? ചാൾസ് നിയമം, ചാൾസ് ലോ. അതിൽ വിയും ടിയും അല്ല വരുന്നത്, പി വരുന്നില്ലല്ലോ. അപ്പൊ നമുക്കറിയാം ചാൾസ് നിയമപ്രകാരം, ചാൾസ് ലോ പ്രകാരം വി ബൈ ടി എന്നുള്ളത് സ്ഥിരമാണ്. വി ബൈ ടി എന്നുള്ളത് എന്താടാ? വി ബൈ ടി എന്നുള്ളത് സ്ഥിരമാണ്. നമ്മൾ നോക്കി മക്കളെ, അപ്പൊ ഈ ടേബിളിൽ ഈ പട്ടികയിൽ തരുന്നത് 24 ലിറ്റർ വ്യാപ്തമുള്ള സമയത്ത്, അല്ലെങ്കിൽ 800 കെൽവിൻ താപനില ഉള്ളപ്പോ വ്യാപ്തം 24 ലിറ്റർ ആയിരുന്നു. 800 കെൽവിൻ താപനില ഉള്ളപ്പോ വ്യാപ്തം എത്രയാടാ? വോളിയം എത്രയാടാ? 24 ലിറ്റർ ആണ്. താപനില അഥവാ ടെമ്പറേച്ചർ നേരെ പകുതിയാക്കിയടാ. നോക്കി, 800ന്റെ പകുതിയല്ലേ 400. താപനില നേരെ പകുതിയാക്കിയപ്പോ വ്യാപ്തം വോളിയം 24 ഉള്ളത് നേരെ അതിന്റെ പകുതിയായി 12ആയി. കണ്ടങ്ങള് അതായത് വ്യാപ്തവും താപനിലയും വോളിയവും ടെമ്പറേച്ചറും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അല്ലേ? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയാ, നേരനുപാതം എന്ന് പറഞ്ഞാൽ ഒരാള് കുറഞ്ഞാൽ മറ്റാളും കുറയും, ഒരാളെ കൂട്ടിയാൽ മറ്റാളും കൂടണം അല്ലെ? അപ്പോ താപനില പകുതിയാക്കിയപ്പോ വ്യാപ്തം വോളിയവും പകുതിയായി. ഓക്കെ, താപനില ടെമ്പറേച്ചർ വീണ്ടും 400ന്റെ പകുതിയാക്കി 200. അപ്പൊ 400 ഉള്ള സമയത്ത് വ്യാപ്തം 12 ലിറ്റർ ആയിരുന്നു വോളിയം. അപ്പൊ 400ന്റെ പകുതിയാക്കി താപനില വീണ്ടും കുറച്ചപ്പോ വ്യാപ്തം വീണ്ടും കുറഞ്ഞു, വോളിയം വീണ്ടും കുറഞ്ഞ് 6ആയി. അപ്പൊ ചോദിക്കണേ, ഈ പട്ടിക സൂചിപ്പിക്കുന്ന വാതക നിയമം ഏത്? ഐഡന്റിഫൈ ദ ഗ്യാസ് ലോ റെപ്രസെന്റഡ് ബൈ ദിസ് ടേബിൾ. അതന്നെ നമ്മൾ പറഞ്ഞു, ചാൾസ് ലോ, ചാൾസ് നിയമം അല്ലെ? ഉത്തരം എഴുതിക്കോളൂ, ചാൾസ് നിയമം. 2, നിത്യജീവിതത്തിൽ ഈ നിയമവുമായി ബന്ധപ്പെട്ട ഒരു സന്ദർഭം എഴുതുക. എടാ, നമ്മള് ഈ പറഞ്ഞ ചാൾസ് നിയമവുമായി ബന്ധപ്പെട്ട് ടെക്സ്റ്റിൽ പറയുന്ന എക്സാമ്പിൾ ഉണ്ട് അല്ലെ? നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തതാണ്. അതായത് ദ്രാവക അമോണിയ നിറച്ച കുപ്പി, ആ ദ്രാവക അമോണിയ നിറച്ച കുപ്പി അത് തുറക്കുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് സമയം എന്ത് ചെയ്യുന്നു? വെള്ളത്തിൽ കീപ്പ് ചെയ്യുന്നു, വെള്ളത്തിൽ സൂക്ഷിക്കുന്നു. കാരണം ഇത് വളരെ പെട്ടെന്ന് വാതകമാകുന്ന ഒരു വസ്തുവാണ് ദ്രാവക അമോണിയ അഥവാ ലിക്വിഡ് അമോണിയ എന്ന് പറഞ്ഞ സാധനം. ആ എക്സാമ്പിൾ എഴുതി കൊടുത്താൽ മതി കേട്ടോ. ആ എക്സാമ്പിൾ എഴുതുക. ദ്രാവക അമോണിയ നിറച്ച കുപ്പികള് കീപ്പ് ഇൻ വാട്ടർ, അത് കുറച്ച് സമയം നമ്മൾ വെള്ളത്തിൽ സൂക്ഷിക്കുന്നു. കാരണം ദ്രാവക അമോണിയ പെട്ടെന്ന് വാതകമായി മാറുന്നതാണ്. ലിക്വിഡ് അമോണിയ പെട്ടെന്ന് അത് ഗ്യാസ് ആയി കൺവേർട്ട് ചെയ്യുന്ന സാധനമാണ്. ആ എക്സാമ്പിൾ എഴുതി കൊടുക്കുക. 100 K താപനിലയിൽ, മക്കളെ ചോദ്യം നോക്കണേ, 100 K താപനില, അതായത് 100 K ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 100 K ആക്കി കഴിഞ്ഞാൽ ഇതിന്റെ വ്യാപ്തം കണ്ടെത്തുക. ഇതിന്റെ വ്യാപ്തം കണ്ടെത്തുക, അതാണ് ചോദ്യം. മക്കളെ നോക്കൂ, ഇപ്പൊ എത്രയാണ് അവിടെ? 200 K ആണോ അല്ലേ? താപനില കെൽവിൻ ഇവിടെ തന്നിട്ടുണ്ട് അല്ലെ? 200 K ഉള്ളപ്പോ, 200 K താപനില ഉള്ളപ്പോ വ്യാപ്തം വോളിയം എത്രയാണ്? 6 ലിറ്റർ ആണ്. നമ്മോട് ചോദിച്ചത് 200ന് പകരം 100 ആക്കി. മക്കളെ 200ഉം 100ഉം തമ്മിലുള്ള ബന്ധം എന്താടാ? 200ന്റെ പകുതിയല്ലേ 100 എന്ന് പറഞ്ഞാൽ? 200 കെൽവിൻ താപനിലയുടെ ടെമ്പറേച്ചറിന്റെ പകുതിയല്ലേ 100 കെൽവിൻ താപനില എന്ന് പറഞ്ഞാൽ? താപനില പകുതിയാക്കി കുറഞ്ഞാൽ നിർബന്ധമായും അതിന്റെ വ്യാപ്തം, അതിന്റെ വോളിയവും പകുതിയായി കുറയണ്ടേ അല്ലെ? 6 ലിറ്റർ ഉണ്ടായിരുന്ന ആള്, 6ന്റെ പകുതിയായി മാറുടാ. 6ന്റെ പകുതി എത്ര? 6ന്റെ പകുതി 3. ഓക്കെ, ഇതാണ് ആൻസർ. ഓക്കെ ആണല്ലോ? കാര്യം ക്ലിയർ ആയിട്ട് മാത്രമേ എഴുതാൻ പാടുള്ളൂ. ഇനിയും ക്ലിയർ ആയില്ലെങ്കിൽ നിങ്ങൾ അത് നോട്ട് ചെയ്യണം, വന്ന് ചോദിക്കണം. അതല്ലാതെ നമ്മൾ എന്തെങ്കിലും കേട്ട് അപ്പോഴേക്ക് വെറുതെ എന്തെങ്കിലും എഴുതി വെച്ച് പോയിട്ട് കാര്യമില്ലല്ലോ. നമ്മളാണ് പരീക്ഷ എഴുതേണ്ട ആൾക്കാര് അല്ലെ? നമുക്ക് എഴുതാനും നമുക്ക് പഠിക്കാനുമുള്ള ചാപ്റ്റർ ആണിത്. അപ്പൊ മനസ്സിലാവാത്തൊരു കാര്യം ഉണ്ടെങ്കിൽ നേരിട്ട് കണ്ട് ചോദിക്കണം. അതല്ലാതെ വെറുതെ ഇങ്ങനെ എഴുതി വെച്ച് നമ്മൾ ആരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടി നമ്മളൊന്നും ചെയ്യരുത് മക്കളെ, ഒന്നും ചെയ്യരുത് കേട്ടാ. പഠിക്കണം എന്ന ബോധ്യത്തോടെ നമ്മൾ ഇരിക്കുക, എങ്കിൽ നമുക്ക് അതിനുള്ള റിസൾട്ട് ഉണ്ടാവണം. SLC പരീക്ഷയ്ക്ക് വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. സെക്കൻഡ് ടേം എക്സാം അല്ല, അതിന്റെ അപ്പുറത്തേക്ക് SLC എക്സാമിന് തന്നെ 19 ദിവസങ്ങൾ ഇനി ബാക്കിയുള്ളൂ കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ പഠിക്കും മക്കളെ. നിങ്ങൾ സ്വയം താല്പര്യത്തോടെ ഇരുന്നാൽ നിങ്ങളെ തടയാൻ ഒരാൾക്കും പറ്റൂല. നിങ്ങളെ പഠനത്തിന് ഒന്നും തടസ്സാവൂല. നിങ്ങളെ പഠനത്തിന് ഇൻസ്റ്റാഗ്രാമും തടസ്സാവൂല, നിങ്ങളെ പഠനത്തിന് റീൽസും തടസ്സാവൂല, നിങ്ങളെ പഠനത്തിന് ഗെയിമും തടസ്സാവൂല, ഒന്നും തടസ്സാവില്ല. നിങ്ങൾ വിചാരിച്ചാൽ ഒന്നും തടസ്സാവില്ല. അതെല്ലാം നിങ്ങൾ ഇങ്ങനെ വേണോ വേണ്ട വെച്ചിട്ട് നിൽക്കുകയാണെങ്കിൽ ഇതൊക്കെ വലിയ വലിയ പ്രശ്നങ്ങളാണ് കേട്ടോ. വരി, അപ്പൊ നമ്മള് C ചോദ്യത്തിന് ആൻസർ കണ്ടെത്തി. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്.
ഒരു സമീകൃത സമവാക്യം തന്നിരിക്കുന്നു, ഒരു ബാലൻസ്ഡ് കെമിക്കൽ റിയാക്ഷൻ തന്നിട്ടുണ്ട്. മക്കളെ ഉറപ്പിച്ചോളി, പരീക്ഷയ്ക്ക് ഉറപ്പിച്ചോളി. സെക്കൻഡ് ടേം എക്സാമിലാണെങ്കിലും കൊല്ല പരീക്ഷ ആണെങ്കിലും ഉറപ്പാണ് മക്കളെ, ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷനിലെ ചോദ്യം. ഒരു പ്രഡിക്ഷൻ വേറെ ഒന്നിന്റെ ആവശ്യമില്ല, ഉറപ്പാണ്. 101% ഉറപ്പുള്ള ചോദ്യം. ഈ ചോദ്യങ്ങൾ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് മുതലാവും. മിനിമം 3 മാർക്കിന് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഉറപ്പുള്ള ചോദ്യമാണ്. അതിന് പരീക്ഷയുടെ തലേന്ന് ഇരുന്ന് ലൈവ് കാണേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോഴേ പഠിച്ചോളി, ഇപ്പോഴേ ലൈവ് ആയിക്കോളി കേട്ടോ. ഓക്കെ, അപ്പോ ഇതാണ് ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. സമീകൃത സമവാക്യം തന്നിട്ടുണ്ട്. 2H2 plus O2 gives 2H2O. 2H2 plus O2 gives 2H2O. ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേർന്ന് ജലം, വാട്ടർ ഉണ്ടാകുന്ന സമവാക്യമാണ്. ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേർന്ന് ജലം ഉണ്ടാകുന്ന, വാട്ടർ ഉണ്ടാകുന്ന സമവാക്യമാണ്. അഥവാ ജലത്തിന്റെ ഫോമേഷൻ ഓഫ് വാട്ടർ, വെള്ളം ഉണ്ടാകുന്നതിന്റെ സമവാക്യമാണ് കൊടുത്തിട്ടുള്ളത്, ഇക്വേഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. എന്താ ചോദ്യം മക്കളെ? 10 മോൾ ഹൈഡ്രജൻ പൂർണ്ണമായും പ്രവർത്തിക്കാൻ എത്ര മോൾ ഓക്സിജൻ ആവശ്യം? ഇങ്ങനെ ഹൗ മെനി മോൾസ് ഓഫ് ഓക്സിജൻ ആർ റിക്വയർഡ് ടു കംപ്ലീറ്റ്ലി ബേൺ 10 മോൾസ് ഓഫ് ഹൈഡ്രജൻ? എടാ, ഈ ചോദ്യം കിട്ടിയ ആദ്യം ഇതിനെ മോള് വെച്ച് പറയാൻ പഠിക്കുക. അങ്ങനെ മോള് വെച്ച് പറയാ. അതായത് ഹൈഡ്രജന് മുമ്പിൽ എത്രയുടെ നമ്പർ? 2 എന്ന് പറഞ്ഞാൽ ഈ രാസപ്രവർത്തനത്തിൽ റിയാക്ഷനിൽ 2 മോളാണ് ഹൈഡ്രജൻ ഉള്ളത്. ഓക്സിജന്റെ മുമ്പിൽ വല്ല നമ്പറും കാണുന്നുണ്ടോ? ഇല്ല. എന്ന് പറഞ്ഞാൽ ഇത് 1 മോൾ ഓക്സിജൻ ആണ്. 2 മോൾ ഹൈഡ്രജന് പ്രവർത്തിക്കാൻ 1 മോൾ ഓക്സിജൻ ആണ് ആവശ്യം. ഓക്കെ, H2O വാട്ടർ, ജലത്തിന് മുമ്പിൽ 2 കാണുന്നില്ലേ? അതായത് 2 മോൾ ഹൈഡ്രജന് പ്രവർത്തിക്കാൻ 1 മോൾ ഓക്സിജൻ ആണ് ആവശ്യം. 2 മോൾ ഹൈഡ്രജനും 1 മോൾ ഓക്സിജനും കൂടി പ്രവർത്തിച്ച റിയാക്ട് ചെയ്താൽ 2 മോൾ വാട്ടർ ആണ്, ജലമാണ് ഉണ്ടാവുക എന്നുള്ളത് പറയാൻ പ്രയാസമൊന്നുമില്ലല്ലോ. ഇതിന് മുമ്പ് തന്നെ നമ്പർ ഇല്ലേ? മുമ്പിൽ നമ്പർ ഇല്ലെങ്കിൽ എത്രയാണ് മക്കളെ? അത് 1 മോളാണെന്ന് പറയാൻ പ്രയാസമുണ്ടോ? ഇല്ല. അല്ലെങ്കിൽ മുമ്പിൽ വെണ്ടക്ക അക്ഷരത്തിൽ വലുതാക്കി നമ്പർ ഉണ്ടാവും. നമ്പർ ഇല്ലെങ്കിൽ 1 എന്ന് പറയാൻ യാതൊരു പ്രയാസവും ഇല്ല. അടുത്തോട് ചോദിക്കും വേണ്ട കേട്ടോ. എന്നിട്ട് നമ്മോട് ചോദിക്കാണേ, 10 മോൾ ഹൈഡ്രജൻ. എടാ, ചോദ്യത്തിൽ 2 മോൾ ഹൈഡ്രജൻ ആണ്, ഇക്വേഷനിൽ കൊടുത്തിട്ടുള്ളത് 2 മോൾ ഹൈഡ്രജൻ ആണ്. ചോദ്യത്തിൽ ചോദിച്ചത് 10 മോളാ. എങ്ങനെടാ 2 10 ആവുക? 2നെ 5 കൊണ്ട് ഗുണിച്ചാലല്ലേ 10 ആവുള്ളൂ. 2 മോൾ ഹൈഡ്രജൻ 10 മോൾ ആവണമെങ്കിൽ ഈ 2നെ 5 കൊണ്ട് ഗുണിക്കണ്ടടാ, വേണ്ടേ? ഓക്കെ, അപ്പൊ മനസ്സിലാക്കുക, ഹൈഡ്രജന്റെ 5 ഇരട്ടി ഇവിടെ എടുത്തുകണ്. 5 കൊണ്ട് ഗുണിക്കുക എന്ന് പറഞ്ഞാൽ 5 ഇരട്ടി ആക്കിക്കണം കേട്ടോ. എന്നിട്ട് നമ്മോട് ചോദിക്കണം, അങ്ങനെയാണെങ്കിൽ എത്ര മോൾ ഓക്സിജൻ വേണ്ടി വരും? എടാ, ഇതിനെ 5 കൊണ്ട് ഗുണിച്ചെങ്കിൽ ഇതുമായി പ്രവർത്തിക്കാൻ ഇവിടെ ഓക്സിജനെയും 5 കൊണ്ട് ഗുണിക്കണം. 1 മോൾ ഓക്സിജൻ അല്ലേ ഇവിടെ ഉള്ളത്. ആ 1 മോളിനെ 1ന് 5 കൊണ്ട് ഗുണിച്ചോ കാണി. വലിയ പ്രശ്നമുണ്ടോ 1ന് 5 കൊണ്ട് ഗുണിക്കാൻ? ഏയ് അല്ലെ, 1ന് 5 കൊണ്ട് ഗുണിക്കാൻ 1 × 5 5. അതായത് 10 മോൾ ഹൈഡ്രജൻ പ്രവർത്തിക്കാൻ 5 മോൾ ഓക്സിജൻ. അപ്പൊ അങ്ങനെ 2 സ്റ്റെപ്പൊക്കെ എഴുതിയാൽ മതി. എങ്ങനെ? സമവാക്യത്തിൽ ആദ്യം എഴുതുക. എങ്ങനെ? 2 മോള് H2, 2 മോൾ H2 എന്ന് ഇംഗ്ലീഷ് മീഡിയക്കാർ 2 മോൾ H2. എന്നിട്ട് ആരോ മാർക്ക് ഇടുക. 2 മോൾ H2 റിയാക്ട് ചെയ്യാൻ 1 മോള് O2 ആണ് വേണ്ടത്. 1 മോൾ O2 ആണ് വേണ്ടത്. ഈ ചോദ്യത്തിൽ ചോദിച്ച എത്രയാടാ? 10 മോളാണ്. അപ്പൊ 2ന് പകരം അടുത്ത സ്റ്റെപ്പിൽ എഴുതി 10 മോൾ H2 ആണെങ്കിൽ, എടാ ഇതിന് 2ന് നമ്മൾ 5 കൊണ്ട് ഗുണിച്ചല്ലേ, അപ്പൊ അപ്പുറത്തുള്ള 1നെയും 5 കൊണ്ട് ഗുണിക്കുക. 5 മോൾ O2. ഉത്തരം കിട്ടി മക്കളെ, മാർക്ക് കിട്ടിയടാ, മാർക്ക് കിട്ടി. 5 മോൾ O2 മാർക്കായി. ഇത്ര സിമ്പിൾ അല്ലേ? നിങ്ങളൊന്ന് ശ്രദ്ധിച്ച നിങ്ങളെ കൊണ്ടൊക്കെ പറ്റും. ഓക്കെ, അടുത്ത് കേട്ടോ, 10 മോൾ ഓക്സിജൻ പ്രവർത്തിച്ചാൽ ലഭിക്കുന്ന ജലത്തിന്റെ വ്യാപ്തം മോളി അവിടെ നിൽക്കട്ടെ. നമ്മൾ ഇവിടെ ജലത്തിന്റെ വ്യാപ്തമാണ് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ വ്യാപ്തം കാണുന്നതിന് മുമ്പ് എന്ത് ചെയ്യാ? നിങ്ങൾ അതിന്റെ മോള് കണ്ടുവെക്കുക. നിങ്ങൾ അതിന്റെ മോള് കണ്ടുവെക്കുക. എടാ, ഇവിടെ ഇംഗ്ലീഷ് മീഡിയക്കാർ ശ്രദ്ധിക്കണേ, ഇവിടെ മാസാണ് ഈ ചോദ്യം ചോദിച്ചിട്ടുള്ളത്. മാസാണെങ്കിലും നിങ്ങൾ മോള് കണ്ടുവെക്കുക. മോള് കണ്ടുവെക്കുക. അപ്പോ 10 മോൾ ഓക്സിജൻ, ശ്രദ്ധിക്കടാ, 1 മോൾ ഓക്സിജൻ എങ്ങനെ 1 മോള് ഓക്സിജൻ അഥവാ 1 മോൾ O2 എന്ന് ഇംഗ്ലീഷ് മീഡിയക്കാർ എഴുതുക. 1 മോൾ ഓക്സിജൻ പ്രവർത്തിച്ചാൽ എത്ര മോളാണ് അവിടെ ജലം ഉണ്ടായത്, വാട്ടർ ഉണ്ടായത്?
മോൾ അല്ലേ? 2 മോൾ അല്ലേ? ചോദ്യത്തിൽ എന്താണ് നമ്മോട് ചോദിച്ചത്? 1 മോൾ ഓക്സിജന് പകരം ചോദ്യത്തിൽ എത്ര മോൾ ഓക്സിജൻ ആടാ? 10 മോൾ ഓക്സിജൻ അല്ലേ? അപ്പൊ നമ്മള് 10 മോള് O2 ആക്കുകയാണ് മക്കളെ. ഈ 1 എന്നുള്ള ആളെ 10 കൊണ്ട് ഗുണിച്ചാലല്ലേ 10 കിട്ടുള്ളൂ. അഥവാ നമ്മൾ ഇതിന് പകരം 10 ഇരട്ടി കൂട്ടിയെടുത്തു. അപ്പോ അതാ നമ്മൾ ജലം H2 ആണല്ലോ പറഞ്ഞത്. അപ്പൊ 2 മോൾ H2O അല്ലെ? അപ്പൊ നമ്മള് ഇവിടെ 10 കൊണ്ട് ഗുണിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള സംഖ്യയും 10 കൊണ്ട് ഗുണിക്കടാ. 2 ഗുണിക്കണം 10 എത്രയാണ്? 20 മോൾ H2O കിട്ടും. 20 മോൾ H2O മക്കളെ, 20 മോൾ H2O ആണെന്ന് കിട്ടി. എന്നിട്ട് നമ്മോട് ചോദിച്ചെന്താ? വ്യാപ്തമാണ്, വോളിയമാണ്, STP യിലെ വ്യാപ്തമാണ് ചോദിച്ചത്. അപ്പൊ നമ്മൾ പറയുന്നു STP യിലെ വ്യാപ്തം സമം, അങ്ങനെ തന്നെ എഴുതുക. STP യിലെ വ്യാപ്തം സമം. എടാ 1 മോള് എന്ന് പറയുമ്പോ പലതവണ ഞാൻ പറഞ്ഞതാ, ഞാൻ പറയിപ്പിക്കുന്നില്ല. ഇങ്ങനെ 1 മോള് എന്ന് പറഞ്ഞാൽ എത്രയുടെ വ്യാപ്തം? 22.4 അല്ലേ? 1 മോള് ഏത് ഗ്യാസ് ആണെങ്കിലും 22.4 അല്ലേ? അങ്ങനെയാണ് 20 മോളാണെങ്കിൽ 20 × 22.4 ആവൂലേ? അപ്പോ 20 × 22.4 എന്ന് പറഞ്ഞാൽ 448 ലിറ്ററിന് ആൻസർ കിട്ടും. ഇംഗ്ലീഷ് മീഡിയക്കാരെ, നിങ്ങളുടെ ചോദ്യത്തില് 10 മോള് ഓക്സിജൻ എടുത്തുണ്ടാകുന്ന വാട്ടറിന്റെ മാസാ ചോദിച്ചേടാ. മാസാണ് ചോദിച്ചത് കേട്ടോ. മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജസ്റ്റ് ഇങ്ങനെ തന്നെ നോക്കിയാൽ മതി. ഇവിടെ ഇപ്പൊ 20 മോളാണ്. എത്രയാണ്? 20 മോളാണ്. അപ്പൊ 20 മോള് വാട്ടർ എന്ന് പറഞ്ഞാൽ 20 × H2O മോളിക്കുലർ മാസ് 18 ആണ്. അപ്പൊ ആൻസർ 360 ഗ്രാം എന്ന് കിട്ടും. H2O എന്ന് പറഞ്ഞതിന് മോളിക്കുലർ മാസ് 18 ആടാ. H2O മോളിക്കുലർ മാസ് 18 ആണ്. അപ്പോ H2O 1 മോൾ ആകുമ്പോൾ 18 ഗ്രാം 18 ഗ്രാം അല്ലേ? അപ്പൊ 20 മോൾ എന്ന് പറഞ്ഞാലോ 20 × 18 360 ഗ്രാം ആണ്. ഓക്കെ, ഇനി അടുത്ത മൂന്നാമത്തെ ചോദ്യത്തിലേക്ക്. മൂന്നാമത്തെ ചോദ്യത്തിൽ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? ഇവിടൊക്കെ നമുക്ക് ആദ്യം മോളിന്റെ കാര്യം തന്നിട്ടാണ് രണ്ടാമത്തെ ചോദ്യം ചോദിച്ചത്. അപ്പൊ നമുക്ക് മോളെന്നെ കണ്ടിട്ട് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ മൂന്നാമത്തെ ചോദ്യം നോക്കി നിങ്ങള്. 40 ഗ്രാം ഹൈഡ്രജന്റെ മാസാണ് ആദ്യമേ തന്നത് അല്ലെ? എന്നിട്ട് ചോദിക്കണതോ വാട്ടറിന്റെ മാസാണ് ചോദിക്കണത്, ജലത്തിന്റെ മാസാണ് ചോദിക്കണത്. അത് നിങ്ങൾ 2 സ്റ്റെപ്പായിട്ട് ചെയ്യണം. എങ്ങനെ സ്റ്റെപ്പായിട്ട് ചെയ്യാം മക്കളെ? ഒന്നുകിൽ നോക്കട്ടാ. ഈ 40 ഗ്രാം ഹൈഡ്രജൻ അല്ലേ ഇവിടെ പറഞ്ഞത്? സമവാക്യത്തിൽ എത്ര ഗ്രാമാണ് ഹൈഡ്രജൻ? സമവാക്യത്തിൽ അത് നിങ്ങൾക്ക് ഇവിടെ എല്ലാരും മോളിക്കുലർ മാസ് തരണ്ടടാ. H2 ഹൈഡ്രജന്റെ മോളിക്കുലർ മാസ് 2 എന്ന് തന്നിട്ടില്ലേ? 2 എന്ന് തന്നിട്ടില്ലേ? ഉണ്ടോ ഇല്ലേ? ചോദ്യത്തിലുണ്ടോ ഇല്ലേ? ഉണ്ട്. അപ്പോ H2 മോളിക്കുലർ മാസ് 2 ആണ്. അങ്ങനെ എത്ര H2 ഉണ്ട് അവിടെ? 2 × 2 എന്ന് പറഞ്ഞാൽ 4 ഗ്രാം അല്ലേ അവിടെ H2 ഉള്ളത്? 4 ഗ്രാം അല്ലേ H2 ഉള്ളത്? അപ്പൊ ചോദ്യത്തില് ഇവിടെ നമുക്ക് ചോദിച്ചിട്ടുള്ള ഹൈഡ്രജന്റെയും ജലത്തിന്റെയും കാര്യമായിട്ട് ചോദ്യത്തില് ഓക്സിജന്റെ കാര്യം ചോദിച്ചിട്ടില്ലല്ലോ. ഈ ചോദ്യത്തിൽ ഓക്സിജൻ. അപ്പൊ നമ്മൾ ഓക്സിജന്റെ കാര്യം അവിടെ നോക്കണ്ട. ഇവിടെ നമ്മൾ ഹൈഡ്രജന്റെയും ജലത്തിന്റെയും വാട്ടറിന്റെയും കാര്യം പറഞ്ഞാൽ മതി. സമവാക്യത്തിൽ 4 ഗ്രാം ആണ് ഹൈഡ്രജൻ. ഇനി വാട്ടറിലേക്ക് പോവാ, ജലത്തിലേക്ക് H2O പോട്ടാ. H2O മോളിക്കുലർ മാസ് 18 ആണ് അല്ലേ? എടാ അങ്ങനെ എത്ര മോളുടെടാ? 2 മോൾ അല്ലേ? അപ്പൊ 2 × 18 എത്രയാണ്? 36 ഗ്രാം H2O ആണ് ഉണ്ടാകുന്നത്. 36 ഗ്രാം H2O ഉണ്ടാവുന്നത്. ഇനി മക്കളെ, അപ്പൊ ഞാൻ ഫസ്റ്റ് സ്റ്റെപ്പ് എഴുതിയിട്ടാ. ഇത് ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിലെ ഫസ്റ്റ് സ്റ്റെപ്പാണ് എഴുതിയത്. ഇനി നോക്കി നിങ്ങള്, ഇവിടെ ചോദ്യത്തിൽ 4 ഗ്രാമിന് പകരം 40 ഗ്രാമിനാണ് എടുക്കുന്നത്. നേരെ നമുക്ക് 2 സ്റ്റെപ്പിൽ ഒതുക്കാം. നമുക്ക് ഇവിടെ റിലേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ 4നെ എത്ര കൊണ്ട് ഗുണിച്ചാലാണ് 40 കിട്ടുന്ന പറഞ്ഞെങ്കിൽ 2 സ്റ്റെപ്പിൽ ഒതുക്കാം. അല്ലെങ്കിൽ 3 സ്റ്റെപ്പിലേക്ക് പോകണം. അതായത് 4 ഗ്രാമിന് പകരം 1 ഗ്രാം ആക്കി എഴുതുക. എന്നിട്ട് ചോദ്യത്തിൽ തന്ന വിലയിലേക്ക് പോവുക. അതല്ലേ ഞങ്ങൾക്ക് 2 സ്റ്റെപ്പിൽ ഒതുക്കിക്കോളി. എങ്ങനെ? 4 ഗ്രാമിന് പകരം 40. അപ്പൊ രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് പോകണേ. 4 ഗ്രാം ഹൈഡ്രജന് പകരം ചോദ്യത്തിൽ എത്ര ഹൈഡ്രജൻ അടുത്തത്? 40 ഗ്രാം ഹൈഡ്രജൻ അടുത്തത്. 40 ഗ്രാം ഹൈഡ്രജൻ ഗീവ്സ്. മക്കളെ എടാ 4 എങ്ങനെയാടാ 40 ആയത്? 4നെ എത്ര കൊണ്ട് ഗുണിച്ചാലാണ് 40 കിട്ടുക? 4നെ 10 കൊണ്ട് ഗുണിച്ചാലല്ലേ 40 കിട്ടുക? അങ്ങനെ വരുമ്പോൾ ഇപ്പുറത്തുള്ള ആളെയും നമ്മൾ 10 കൊണ്ട് ഗുണിച്ചാൽ പോരെ? 4നെ 40 ആക്കിയെങ്കിൽ, 4ന്റെ 10 ഇരട്ടി കൂട്ടിയെങ്കിൽ, 4ന്റെ 10 ടൈംസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതേപോലെ ഈ പറഞ്ഞ 36 ഗ്രാം 36 ഗ്രാമിനെയും 10 കൊണ്ട് ഗുണിക്കാം. 10 കൊണ്ട് ഗുണിക്കാൻ എളുപ്പല്ലേ? ഇതിനൊരു 0 ചേർത്താ പോരെ? അപ്പൊ 40 ഗ്രാം ഹൈഡ്രജൻ ആണെങ്കിൽ 360 ഗ്രാം H2O എന്ന് കിട്ടി മക്കളെടാ. ഉത്തരം കിട്ടിയടാ. 2 മാർക്ക് കിട്ടിയടാ. ഈ ചോദ്യത്തിന് മാത്രം മിനിമം 2 മാർക്ക് ഉണ്ടാവും. അപ്പൊ ഈ ചോദ്യം 4 മാർക്കിനൊക്കെ ചോദ്യമായിട്ട് വരാൻ സാധ്യത എന്നുള്ള സംശയം ഇല്ല കേട്ടോ. അതായത് അങ്ങനെ ABC 3 ചോദ്യം ഉണ്ടാവുമെന്ന് ഉറപ്പില്ല. മിനിമം A B എങ്കിലും ഉണ്ടാവും. അപ്പോ
ഉറപ്പുള്ള ചോദ്യം മക്കളെ, ഉറപ്പുള്ള ചോദ്യം. ചെയ്ത് പഠിച്ചോളി. നിങ്ങൾ പരീക്ഷ പേപ്പറാണ് തുറന്നിട്ട് തെരഞ്ഞോളി. ഈ പറഞ്ഞ ഇങ്ങനെയുള്ള ഒരു ബാലൻസ്ഡ് ഇക്വേഷൻ തന്നിട്ട്, സമീകൃത സമവാക്യം തന്നിട്ട് ചോദ്യം ഇല്ലെങ്കിൽ എക്സാം കഴിഞ്ഞിട്ട് വന്നിട്ട് നിങ്ങൾ സ്റ്റഡി ടേബിൾ യൂട്യൂബ് ചാനലിന്റെ താഴെ കമന്റ് പോയിട്ട് നിങ്ങൾ തെറി എഴുതിക്കോളി. ആണ്ട് എഴുതി നിങ്ങളല്ലേ വലിയ വർത്താനം പറഞ്ഞ് എഴുതി ചേർത്തോളി. അതുകൊണ്ട് അത്രയും ഷുവർ ക്വസ്റ്റ്യൻ ആണ്. പഠിച്ചു വെക്കുക മക്കളെ, തെറ്റിക്കരുത്. സിമ്പിളായിട്ട് കൂളായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. മനസ്സിലായില്ലേ വീണ്ടും കേൾക്കുക കേട്ടോ. ഉറപ്പാണ്, ക്ലിയർ ആകും എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ നമ്മൾ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. അതാ പുതിയ ടോപ്പിക് എന്നുള്ള ചോദ്യമാണ്. എന്താണ്? പി വി ഇസ് ഈക്വൽ ടു എൻ ആർ ടി. പി വി സമം എൻ ആർ ടി എന്ന വാതക സമവാക്യത്തിൽ ആർ എന്ന അക്ഷരം എന്തിനെ സൂചിപ്പിക്കുന്നു? മക്കളെ മലയാളത്തിൽ ആദർശ വാതക സ്ഥിരാങ്കം. മക്കളെ ഈ സമവാക്യം എന്താടാ? ആദർശവാതക സമവാക്യമല്ലേ? ഇംഗ്ലീഷ് മീഡിയക്കാരെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ഈ ആദർശവാതകം പേടിക്കണ്ട. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ, മലയാളത്തിൽ ആദർശവാതക സമവാക്യം. അതിൽ ആർ എന്തിനെ സൂചിപ്പിക്കുന്നു? മലയാളം മീഡിയക്കാരെ ആദർശവാതക സ്ഥിരാങ്കം. ഈ സ്ഥിരാങ്കം എന്ന് കേൾക്കുമ്പോൾ തെറ്റിക്കലിട്ടാ. ആദർശവാതക സ്ഥിരാങ്കം, ആദർശവാതക സ്ഥിരാങ്കം. ഇംഗ്ലീഷ് മീഡിയക്കാരെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ഇവിടെ നമുക്ക് ഐഡിയൽ ഗ്യാസ് കോൺസ്റ്റന്റ്, അല്ലെ? സോറി, ഐഡിയൽ ഗ്യാസ് കോൺസ്റ്റന്റ് അല്ല, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. അല്ലെ? മലയാളത്തില് ആദർശ വാതക സ്ഥിരാങ്കം. ഓക്കെ, അല്ലെങ്കിൽ വാതക സ്ഥിരാങ്കം എന്ന് മാത്രവും പറയാറുണ്ട് കേട്ടോ. ദെൻ അടുത്തത്, എല്ലാ താപനിലയിലും മർദ്ദത്തിലും ഈ സമവാക്യം പി വി സമം എൻ ആർ ടി, ഈ സമവാക്യം അനുസരിക്കുന്ന വാതകങ്ങൾ എന്തു പേരിൽ അറിയപ്പെടുന്നു? അല്ലെ? ദ ഗ്യാസസ് വിച്ച് ഒബേ ദിസ് ഗ്യാസ് ഇക്വേഷൻ അറ്റ് ഓൾ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ആർ നോൺ ആസ്. എന്താണ് പേര്? ഇംഗ്ലീഷ് മീഡിയക്കാരെ ഐഡിയൽ ഗ്യാസസ്, മലയാളം മീഡിയക്കാരെ ആദർശവാതകങ്ങൾ. എന്തു പേരിൽ അറിയപ്പെടുന്നു? ആദർശവാതകങ്ങൾ. ഇംഗ്ലീഷ് മീഡിയക്കാരെ എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഐഡിയൽ ഗ്യാസസ്. അപ്പൊ എന്താണ് ഐഡിയൽ ഗ്യാസ് എന്ന് തിരിച്ചും ചോദിക്കാം. ഡെഫിനിഷൻ ചോദിച്ചു തുടങ്ങോട്. എന്താണ് ആദർശവാതകങ്ങൾ? എല്ലാ താപനിലയിലും മർദ്ദത്തിലും പി വി സമം എൻ ആർ ടി എന്ന സമവാക്യം അനുസരിക്കുന്ന വാതകങ്ങളാണ് ആദർശവാതകങ്ങൾ. ദ ഗ്യാസസ് വിച്ച് ഒബേ പി വി ഈസ് ഈക്വൽ ടു എൻ ആർ ടി ഇക്വേഷൻ അറ്റ് ഓൾ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ, അതിനെയാണ് ഐഡിയൽ ഗ്യാസസ് എന്ന് വിളിക്കട്ടാ. അപ്പോ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. പുതിയതായിട്ട് നമ്മൾ ടെക്സ്റ്റിൽ എന്ത് ആഡ് ചെയ്തോ അവിടുന്ന് ചോദിക്കുക എന്നുള്ള ഒരു സ്ഥിരം പരിപാടിയെ മാറിയിട്ടുണ്ട്. നിങ്ങളെ ഫസ്റ്റ് ടൈം എക്സാം നോക്കി കാണാം. അതുകൊണ്ട് ചോദ്യങ്ങൾ ഇപ്പൊ വായിച്ച്, ഇപ്പൊ നോട്ടിൽ എഴുതി, ഇപ്പൊ തന്നെ പഠിച്ചു വെച്ചോളി. പരീക്ഷയ്ക്ക് പിന്നെ കാണുമ്പോൾ അന്ന് നമ്മള് സ്റ്റഡി ടേബിൾ ചാനലിൽ ഡിസ്കസ് ചെയ്തിരുന്നല്ലോ, ഞാൻ പിന്നെ അത് മറിച്ചു നോക്കിയില്ല, പക്ഷെ ഒന്ന് വായിച്ചു നോക്കുകയാണെങ്കിൽ അത് കിട്ടിയിരുന്നു എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാവരുതിട്ടാ മക്കളെ. നമ്മള് 8ാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണെ. 448 ലിറ്റർ വാതകം 0 ഡിഗ്രി സെൽഷ്യസിൽ 1 ATM മർദ്ദത്തിൽ ഒരു സിലിണ്ടറിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഈ 0 ഡിഗ്രി സെൽഷ്യസിനും 1 ATM-നും 0 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് 1 ATM പ്രഷർ എന്ന് പറയുമ്പോൾ അതിന് പ്രത്യേകത ഉണ്ട്. അതെന്താ പ്രത്യേകത? 0 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് 1 ATM എന്ന് പറയുമ്പോൾ അതിനല്ലടാ നമ്മള് STP എന്ന് വിളിച്ചത്. 1 ATM മർദ്ദം, താപനില, ടെമ്പറേച്ചർ എത്രയാണ്? 0 ഡിഗ്രി സെൽഷ്യസ് താപനില, ടെമ്പറേച്ചർ, 1 ATM പ്രഷർ, 1 ATM മർദ്ദം. ആ കണ്ടീഷൻ അല്ലടാ നമ്മൾ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്ന് വിളിച്ചത്. അപ്പൊ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ അറ്റ് STP സിമ്പിൾ ആയിട്ട് ഇവര് തെരഞ്ഞതിന് പകരാണിതാ ഇവിടെ അറ്റ് വരെ ഇവിടെ ഉണ്ട് അല്ലെ. STP എന്ന് പറഞ്ഞു പോകാനാണ് പഹമാരി നിങ്ങളെ പറ്റിച്ചാൻ വേണ്ടിയിട്ട് 0 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് 1 ATM പ്രഷർ എന്നത്. അറ്റ് STP എന്ന് പറയേണ്ട ആവശ്യമുള്ളവരുന്നു അല്ലെ എന്ന് പറഞ്ഞ മക്കളെ. STP-യിൽ ഒരു ഗ്യാസിന്റെ വോളിയം എത്രയാടാ? 448 ലിറ്റർ ആണ്. 448 ലിറ്റർ ആണ്. ഈ വാതകത്തിൽ എത്ര മോൾ തന്മാത്രകൾ? മോൾ തന്മാത്ര എന്ന് പറഞ്ഞ മോളന്നെ. ഞാൻ കൂടെ പറഞ്ഞിട്ടുണ്ട്, ഒരു മോള് എന്ന് പറഞ്ഞാൽ STP-യിൽ ഏത് ഗ്യാസ് ആയിക്കോട്ടെ മോളെ പറ്റി ആലോചിക്കുമ്പോൾ ഒരു മോള് എന്ന് പറഞ്ഞാൽ 22.4 ലിറ്റർ അല്ലേ? എന്നിട്ട് ഇവിടെ തന്നതാണ് ഇവര്. അങ്ങനെയാണെങ്കിൽ 448 ലിറ്ററിന് എത്ര മോളാ? അപ്പൊ നമ്മൾ എഴുതുന്നു എന്ത്? മോളുകളുടെ എണ്ണം സമം എഴുതിക്കോളി. ഇക്വേഷൻ എഴുതി ചെയ്യടാ. നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു, അഥവാ മോളുകളുടെ എണ്ണം സമം തന്നിട്ടുള്ള വ്യാപ്തം ഗിവൺ വോളിയം ബൈ 22.4 അല്ലെ ബൈ മോളാർ വോളിയം അല്ലെ മോളാർ വ്യാപ്തം. തന്നിട്ടുള്ള വ്യാപ്തം ബൈ മോളാർ വ്യാപ്തം, ഗിവൺ വോളിയം ബൈ
മോളാർ വോളിയം. ആ സമവാക്യം എഴുതിയിട്ട് മാത്രം അടുത്ത സ്റ്റെപ്പിൽ എഴുതിയാൽ മതി. എന്ത്? 448 തന്നിട്ടുള്ള വ്യാപ്തം ഗിവൺ വോളിയം ബൈ എടാ മോളാർ വ്യാപ്തം, മോളാർ വോളിയം എന്ന് പറഞ്ഞാൽ ഒരു മോളിന്റെ വ്യാപ്തം എത്രയാണ്? 22.4. ഇത് ഹരിച്ചാൽ നമുക്ക് ആൻസർ 20 എന്ന് കിട്ടും. കിട്ടടാ, ഏടെ ആൻസർ കിട്ടി? 20 മോൾ തന്മാത്ര. 20 മോൾ തന്മാത്ര. 20 മോൾസ്. ഹൗ മെനി മോൾസ്? 20 മോൾസ് ആൻസർ കിട്ടി. ഈ സാമ്പിളിലെ തന്മാത്രകളുടെ എണ്ണം മീൻസ് നമ്പർ ഓഫ് മോളിക്യൂൾ. ഇവിടെ മാസമായി വന്നിട്ടുള്ളത്, മാസാണ്. ഓക്കെ, അപ്പോ ഇവിടെ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ് ചോദ്യം. മലയാളം എടുത്ത് നമ്പർ ഓഫ് തന്മാത്രകളുടെ എണ്ണം. എടാ എത്ര മോളിന്റെ? 20 ലിറ്റർ എടാ, 20 മോളാട്ടോ. മോളിന്റെ എണ്ണം കാണാൻ പറഞ്ഞത്. മോളിന്റെ എണ്ണം 20 മോൾ അല്ലെ? 20 മോളാണെന്ന് കിട്ടിയ തന്മാത്ര കുട്ടികളെ. ഒരു മോള് എന്ന് പറഞ്ഞാൽ എത്ര തന്മാത്ര? ആണ്ട് എഴുതിയൊക്കെ സ്റ്റെപ്പ്. ഒരു മോള് 1 മോള് എന്ന് പറഞ്ഞാൽ 6.022 into 10⁻23 തന്മാത്രകളല്ലേ? ഇത്രയും മോളിക്യൂൾസ് അല്ലേ? അപ്പൊ 20 മോളില് കിട്ടിയ നമുക്ക് 20 മോളിന്ന് കിട്ടിയില്ലേ? അപ്പൊ നമ്മള് 20 into എന്ത്? തന്മാത്രകളുടെ എണ്ണം സമം നമ്പർ ഓഫ് മോളിക്യൂൾസ് ഈസ് ഈക്വൽ ടു 20 into 6.022 ഗുണിക്കണം 10⁻23. 20 into 6.022 ഗുണിക്കണം 10⁻23 തന്മാത്ര ഉണ്ടാവും. മക്കളെ ഞാൻ പറഞ്ഞു ആ മോൾ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കണം. മോൾ എന്ന് പറയുന്ന കോൺസെപ്റ്റ്, ഒരു മോൾ എന്ന് പറയുമ്പോൾ 3 പോയിന്റുകൾ ഓർമ്മയിലുണ്ടെങ്കിൽ വളരെ ഈസിയാണ് കേട്ടോ. അടുത്തത് 1 ഗ്രാം അറ്റോമിക് മാസ്. എടാ ആറ്റത്തിന്റെ കാര്യം 1 ഗ്രാം അറ്റോമിക് മാസ് 1 GAM എന്ന് ഷോർട്ടാക്കി നമ്മൾ പറയും. ഏത് മൂലകെടുത്താലും അതിലടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളുടെ എണ്ണം. എടാ 1 മോളാർ മാസ് എന്ന് പറയുമ്പോൾ അത് മോളിക്യൂൾസിന്റെ തന്മാത്രകളുടെ കാര്യമാണെങ്കിൽ, ആറ്റത്തിന്റെ കാര്യത്തിൽ മോളാർ മാസ് എന്നതിന് പകരം നമ്മൾ GAM എന്നാ വിളിക്കാം. 1 GAM എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ 1 മോള് എന്ന് പറഞ്ഞ പോലെ, 1 മോളാർ മാസ് എന്ന് പറഞ്ഞ പോലെ ആറ്റത്തിന്റെ കാര്യത്തിലാണ് 1 മോളാർ മാസ് എന്ന് പറയില്ല. അവിടെ 1 GAM എന്നേ പറയുള്ളൂ. മക്കളെ 1 GAM ഏത് എലമെന്റ് എടുത്താലും അതിൽ എത്ര ആറ്റങ്ങൾ ഉണ്ടാവും? 6.022 into 10⁻23 ആറ്റംസ്. 23 ആറ്റങ്ങൾ ആണ് ഉണ്ടാവുക കേട്ടോ. ഒരു GAM ഏത് മൂലകം എടുത്താലും. 1 GAM ഹീലിയം എടുത്തു. 1 GAM ഹീലിയം എത്ര ആറ്റങ്ങൾ ഉണ്ടാവും? 6.022 into 10⁻23 ആറ്റം ഉണ്ടാവും. അല്ലെങ്കിൽ 1 GAM കാർബൺ എടുത്തു. എടാ 1 GAM കാർബൺ എന്ന ആറ്റം എടുത്താൽ അതിൽ 6.022 into 10⁻23 കാർബൺ ആറ്റങ്ങൾ ഉണ്ടാവും കേട്ടോ. അപ്പൊ 1 GAM ഏത് മൂലകം എടുത്താലും, കാർബൺ എടുത്താലും ഹീലിയം എടുത്താലും നിയോൺ എടുത്താലും ഏത് മൂലകം എടുത്താലും അത് 1 GAM ആണോ 1 GAM ആണോ അതിൽ 6.022 into 10⁻23 ആറ്റങ്ങൾ ഉണ്ടാവും. മക്കളെ അപ്പൊ ഇത്രയാണ് നമ്മൾ സെക്കൻഡ് പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നത്. തേർഡും ഫോർത്തും പാർട്ടുകൾ നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാൻ ബാക്കിയാണ്. അപ്പൊ കൃത്യമായി പോയിന്റുകൾ നോട്ട് ചെയ്തിട്ടുണ്ടാവും കരുതുന്നു. മനസ്സിലാവാത്ത ഭാഗം ഉണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾ ബാക്ക് അടിച്ച് കാണുക. ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള കമന്റുകൾ താഴെ രേഖപ്പെടുത്തണം. മക്കളെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ എന്നറിയാത്ത, ഞങ്ങളുടെ ക്ലാസ് കേൾക്കാത്ത നിങ്ങളുടെ ബാക്കിയുള്ള കൂട്ടുകാർക്കും കൂടെ നിങ്ങൾ ഈ ക്ലാസ്സിന്റെ ലിങ്ക് നിങ്ങൾ അയച്ചു കൊടുക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് കൊല്ല പരീക്ഷ ആകുമ്പോഴേക്കും എല്ലാ വിഷയങ്ങളിലെ ചോദ്യങ്ങളും നമുക്ക് ഡിസ്കസ് ചെയ്ത് നല്ല മാർക്കിലേക്ക് എത്തേണ്ടതുണ്ട്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസയോടെ നിർത്തുന്നു. ഓക്കെ, താങ്ക് യു.